ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം. ബി ആറ്റിറ്റ്യൂഡ്സ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ അതിൻ്റെ 12-ാം വാക്യം വരെ ഭാഗ്യവാന്മാരുടെ പ്രസ്താവനകൾ നമ്മൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മത്തായിയുടെ സുവിശേഷം 5-ന്റെ 3 മുതൽ 12 വരെ കാണുന്ന വാക്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പാരലൽ പാസേജായി കിടപ്പുണ്ട്. എന്നാൽ മത്തായി 5-ന്റെ 3 മുതലുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. മത്തായി 5, 6, 7 ഈ അധ്യായങ്ങൾ ദൈവരാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ദൈവരാജ്യത്തിലേക്ക് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ കർത്താവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുന്ന ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണമെന്ന് രാജ്യത്തിലെ രാജാവ് ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മൾ ഈ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ പ്രതീക്ഷ. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ ചിന്തിച്ചു, ഈ 5, 6, 7 അധ്യായത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ഒരു ആരാധനയെക്കുറിച്ച് എഴുതിയിട്ടില്ല. അതെന്താണ് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. ഇത് ജീവിക്കുന്നതാണ് ആരാധന. ലൈഫ് ആണ് പ്രധാനമായിട്ടും ഈ ടീച്ചിങ്സിൽ ഫോക്കസ്ഡ് ആയിരിക്കുന്നത് എന്ന് ദൈവമക്കൾ ഇത് വായിക്കുന്നവർക്ക് അറിയാമല്ലോ. ദൈവരാജ്യത്തിലെ സിറ്റിസൺസ് എന്ന നിലയിൽ കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. 3-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് ചിന്തിച്ചത്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഹാപ്പി ആർ ദ ബെഗേഴ്സ്. ആത്മാവിലെ ദാരിദ്ര്യം സാമ്പത്തിക ദാരിദ്ര്യത്തെക്കുറിച്ചല്ല കർത്താവ് അവിടെ പറയുന്നത്. സ്പിരിച്വൽ പോവർട്ടി. ദൈവത്തിന്റെ മുൻപാകെ നീതീകരിക്കപ്പെടുവാൻ എന്നിൽ ഒരു ഗുണവുമില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാകും. എന്നിട്ട് ദൈവസന്നിധിയിൽ ഭിക്ഷയാചിക്കുന്ന ഒരു യാചകനെ പോലെ ദൈവത്തിൻ്റെ നീതിക്കായി ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ കർമ്മമാർഗത്തിലൂടെ എനിക്ക് ആത്മരക്ഷ കിട്ടത്തില്ല എന്ന ബോധ്യം എനിക്കുണ്ടാകുന്നു. എൻ്റെ ഒരു ഗുണം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവസന്നിധിയിൽ ഞാൻ നീതീകരിക്കപ്പെടുകയില്ല. ദൈവം എന്നെ സഹായിച്ചാലേ മതിയാവൂ. അതുകൊണ്ട് ദൈവം മുൻപാകെ നീതീകരിക്കപ്പെടുവാൻ ദൈവത്തിന്റെ പുത്രന്റെ നീതിക്കായി ഞാൻ വിശ്വസിക്കുക. അതിനായി ദൈവസന്നിധിയിൽ എൻ്റെ കരം നീട്ടുക. അതാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്താ അവർക്ക് ഭാഗ്യം? അങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യം. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് 4-ാം വാക്യത്തിൽ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ആത്മാവിലെ ദാരിദ്ര്യം ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ എന്നെ ആഴമേറിയ ഇന്റേണൽ ആഗണിയിലേക്ക് അത് നടത്തി. എന്നെയും എൻ്റെ ദൈവത്തെയും തമ്മിൽ അകറ്റിയ പാപത്തെ ഓർത്ത് ഞാൻ വിലപിക്കുവാൻ തുടങ്ങി. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിനും അത് ആവശ്യമാണ്. അതാണ് വാസ്തവത്തിൽ മാനസാന്തരം.
എനിക്ക് ദൈവത്തോട് അടുക്കുവാൻ വേറെ മാർഗമില്ല, നിത്യമായ നരകത്തിലേക്ക് പോകുവാൻ ഞാൻ വിധിക്കപ്പെട്ടവനാണ്, രക്ഷപ്പെടാൻ ഇനി മാർഗമില്ലെന്നുള്ള തിരിച്ചറിവ് എൻ്റെ അകത്തുണ്ടായി. എൻ്റെ ദൈവമേ എന്നെ വിടുവിക്കണമെന്ന് മാറത്തടിച്ചുകൊണ്ട് മോങ്ങിക്കരയുന്ന ആ ഒരു സ്ഥിതിയാണ് വാസ്തവത്തിൽ മാനസാന്തരം. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ഞാൻ ആയിത്തീരുന്നു. അത് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് മാത്രമല്ല, ദൈവരാജ്യത്തിൽ തുടർന്നും അനുദിനം ഞാൻ കർത്താവിനോട് അടുക്കുമ്പോൾ കർത്താവിന്റെ നീതി, ദൈവത്തിന്റെ നീതി എനിക്ക് ബോധ്യമാകുമ്പോൾ എൻ്റെ വൈകല്യങ്ങളെ എനിക്ക് പിന്നെയും വെളിപ്പെട്ട് വരികയാണ്. തുടർന്നും ഞാൻ മോങ്ങിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. 5-ാം അധ്യായത്തിൽ നമ്മൾ 5-ാമതായി ഇങ്ങനെയാണ് വായിച്ചത്: സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഹാപ്പി ആർ ദ ഹംബിൾ. ആത്മാവിലെ ദാരിദ്ര്യം തിരിച്ചറിഞ്ഞു, അതെന്നെ വിലപിക്കുവാനായി നിർബന്ധിച്ചു. അങ്ങനെ വിലപിക്കുന്ന ഞാൻ വളരെ താഴ്മയോടെ ദൈവത്തിന്റെ വചനം ഏറ്റെടുക്കുവാൻ, ടു സബ്മിറ്റ് ടു ദ കൗൺസിൽ ഓഫ് ഗോഡ്, അതിന് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ മാത്രമല്ല, തുടർമാനം ആ സൗമ്യതയുടെ അനുഭവം എന്നിൽ വെളിപ്പെടുകയാണ്. എൻ്റെ കൂട്ടു സഹോദരങ്ങളോട് ഞാൻ ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ ദൈവരാജ്യത്തിലെ സൗമ്യത എന്നിൽ നിന്ന് വെളിപ്പെട്ടു വരികയാണ്. അങ്ങനെയുള്ളവരുടെ അനുഗ്രഹമാണ് അവർ ഭൂമിയെ അവകാശമാകും. They will inherit the earth. ഇന്നല്ല, ഭാവിയിൽ കർത്താവിന്റെ കൂടെ അവർ വാഴും. തുടർന്ന് നമ്മൾ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്: നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ആത്മാവിലെ ദാരിദ്ര്യം തിരിച്ചറിഞ്ഞ് മോങ്ങിക്കരഞ്ഞ് വളരെ സൗമ്യതയോടെ ദൈവത്തിന്റെ അധികാരത്തിന് കീഴ്പ്പെടുവാൻ തയ്യാറായ എൻ്റെ അകത്ത് പോസിറ്റീവായ ഒരു ചിന്തയുണ്ടാകുക. ഈ നീതി എല്ലാം എനിക്കൊന്ന് അറിയണം, ഈ നീതിക്ക് വേണ്ടിയുള്ള ഒരു വിശപ്പും ദാഹവും. കേവലം കഷ്ടിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക മാത്രമല്ല, യേശുവിനെ മുഴുവനുമായി അറിയുവാൻ ഉള്ള വലിയ വാഞ്ച എൻ്റെ അകത്ത് വരികയാണ്. അവിടെ നീതി എന്ന വാക്കിന്റെ അർത്ഥം ദ റൈറ്റ് വേ ടു ലിവ്, അല്ലെങ്കിൽ ടു ബി ജസ്റ്റിഫൈഡ് ബിഫോർ ഗോഡ്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കർത്താവിന്റെ നീതി എനിക്ക് ഇംപ്യൂട്ട് ചെയ്തു തരികയാണ്. കാരണം എനിക്കൊന്നും പറയാനില്ല, പാപിയായ മനുഷ്യനൊന്നും പറയാനില്ല. ഞാൻ മുങ്ങിക്കരഞ്ഞുകൊണ്ട് കരം നീട്ടി ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കുക. കർത്താവിന്റെ നീതി മാനസാന്തരപ്പെട്ട് യേശുവിന്റെ രക്ഷണ്യ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് സൗജന്യമായി പിതാവാം ദൈവം കണക്കിടുകയാണ്. എത്രയോ വലിയ കാര്യമാണത്. അങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്. പക്ഷെ ദൈവരാജ്യത്തിൽ തുടർന്നും ഞാൻ നടക്കുമ്പോൾ ദൈവത്തിന്റെ നീതിയുടെ ആഴം, മത്തായി 5:20 യേശു പറഞ്ഞു, പരീശന്റെയും ശാസ്ത്രിയുടെ നീതിയെ കവിയണം, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല. അതെനിക്ക് ബോധ്യമായി വരികയാണ്. അകത്ത് നിന്ന്, ഹൃദയത്തിനകത്ത് നിന്ന് യഥാർത്ഥ ആത്മീകം വരണം. പുറത്തെ പുറഞ്ചട്ട കൊണ്ട് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ആഴത്തിലുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ബോധ്യമാക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്നിൽ നിൽക്കുന്നില്ല. ആത്മാവിനെ നവീകരിച്ചു കൊണ്ടിരിക്കും. പിന്നെയും ദൈവത്തിന്റെ നീതി എനിക്ക് മനസ്സിലാകുക. ആ നീതി എന്റെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലേക്ക് അത് ഇറങ്ങി വരും. ഈവൻ സോഷ്യൽ ലൈഫിലേക്ക് കൈക്കൂലി മേടിക്കാതെ വണ്ണം, കള്ളം പറയാതെ വണ്ണം,
വ്യാജത്തിന് ഇടപെടാതെ വണ്ണം, കാപഠ്യം കാണിക്കാതെ വണ്ണം ദൈവത്തിന്റെ നീതി അങ്ങനെ വെളിപ്പെട്ടു വരികയാണ്. അതിനുവേണ്ടി എൻ്റെ ഉള്ളിൽ ഭയങ്കര വിശപ്പ്. എനിക്കിത് മുഴുവനും അറിയണം. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവരാജ്യത്തിൽ തുടർന്ന് ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ ദൈവത്തിന്റെ നീതിയുടെ ആഴങ്ങൾ എന്നിൽ വെളിപ്പെട്ടു വരികയാണ്. എനിക്ക് തൃപ്തി ഉണ്ടാകും, ദൈവം എന്നെ തൃപ്തിപ്പെടുത്തും. പക്ഷെ തൃപ്തിയാകും തോറും വിശപ്പ് കൂടുന്നു. അങ്ങനെ ഒരു സ്ഥിതി. അതാണ് നമ്മൾ ഇന്നലെ ശ്രദ്ധിക്ക് ഉണ്ടായത്. അതിനുശേഷം നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഈ 3 മുതൽ 10 വരെയുള്ള ഭാഗ്യവാന്മാരുടെ ലിസ്റ്റ് നിങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ ഇങ്ങനെ ധ്യാനിക്കുകയാണ്. ഭാഗ്യവാൻ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ സന്തോഷമുള്ളവൻ. God wants to make us happy. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവർ അവരുടെ സന്തോഷം കെടുകയല്ല, യഥാർത്ഥ ട്രൂ ആയിട്ടുള്ള സന്തോഷത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. യഥാർത്ഥ സന്തോഷം ആത്മീയ സന്തോഷമാണ്. എവിടെയെങ്കിലും ഭൗതികത്തിൽ ആശ്രയിച്ച് ലോകത്തിലെ സന്തോഷം നമ്മൾ ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ ലവോദിക്ക സഭയ്ക്ക് പറ്റിയ ചതിവ് പോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഞാനതൊന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അവർ ധരിക്കുകയാണ് അവർ ധനവാനാണെന്ന്. ശരിയാണ്, മെറ്റീരിയലായി അവർ പ്രോസ്പർ ചെയ്തു. പക്ഷെ സഭയുടെ നാഥൻ അവരെ നോക്കിക്കൊണ്ട് പറയാണ്, അസലായി നിങ്ങൾ നഗ്നരാണ്, നിങ്ങൾ കുരുടരാണ്, നിങ്ങൾ അരിഷ്ടരാണ്. ഇങ്ങനെ അവരെ നോക്കിക്കൊണ്ട് പറയുകയാണ്. ഏത് വ്യക്തിക്കും അത് ഏറ്റെടുക്കാം, ഏത് സഭയ്ക്കും അത് ഏറ്റെടുക്കാം. ഭൗതിക കാര്യങ്ങൾ അനുഗ്രഹമായി എണ്ണി അവരുടെ അകത്തെ തൃപ്തിപ്പെടുത്തുവാൻ അവർ ഏൽപ്പിച്ചു കൊടുത്തു. യേശു അവരെ യഥാർത്ഥമായി വിലയിരുത്തി പറയുകയാണ്, You guys are naked and you are blind and you are wretched. യേശു ആ സഭയുടെ വാതുക്കൽ നിന്ന് മുട്ടുകയാണ്. Praise the Lord. യഥാർത്ഥമായ സന്തോഷം ആത്മിക സന്തോഷമാണ്. അത് രാജ്യത്തിലെ രാജാവിന് മാത്രമേ തരാൻ കഴിയുകയുള്ളൂ. ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആ മലയിൽ കഫർനൗമിലെ ആ മലയിലേക്ക് യേശു കയറുമ്പോൾ പുരുഷാരനത് ശ്രദ്ധിക്കുന്നുണ്ട്. തൊട്ടടുത്ത് ശിഷ്യന്മാർ വന്നിരുന്ന് കാണും. കർത്താവിൻ്റെ ഉള്ളിലെ ആഗ്രഹം ഒരുപക്ഷെങ്കിൽ ഇങ്ങനെയായിരിക്കും, ഇവരത് കേൾക്കും, ഇവർക്ക് ദൈവരാജ്യത്തിലെ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കും. പക്ഷേ പുരുഷാരത്തിന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാതെ അവർക്ക് ഇങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫ് അവർക്ക് ജീവിക്കാൻ കഴിയത്തില്ല. പക്ഷെ അവരറിയട്ടെ, ഇങ്ങനെ ഒരു ജീവിതമുണ്ട് എന്നവരറിയട്ടെ. ഇന്ന് രാത്രിയിലും മാനസാന്തരപ്പെടാതെയും രക്ഷിക്കപ്പെടാതെയും ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ നിങ്ങൾ വരാതിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, I want to tell you there is a kingdom of God. ദൈവം വ്യക്തികളെ ഭരിക്കുന്നു. കണ്ണിൽ കാണുന്ന രാജ്യമല്ല, അതൊരു ആത്മീക രാജ്യമാണ്. ആത്മീക രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആത്മീക അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. മാനസാന്തരം ഒരു ആത്മീക അനുഭവമാണ്. അതോട് ചേർന്ന് പുതിയതായി ജനിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഈ ജീവിതം ജീവിക്കുവാൻ കഴിയുന്നത്. ഈ 8 പ്രസ്താവനകളെ ധ്യാനത്തിന്റെ സൗകര്യത്തിനായി 2ആയി നമുക്ക് തിരിക്കുവാൻ കഴിയും. ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ചത് ഒരു ഭാഗമാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. ഇത് ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവരാജ്യത്തിലെ ഒരു ശിഷ്യന്റെ അനുഭവമാണ്. ഇൻ റിലേഷൻഷിപ്പ് ടു ഗോഡ്. അത് ശരിയായാൽ ഇനിയും പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ നീതിയുടെ ഫലമായി നമുക്ക് ചിന്തിക്കാൻ കഴിയും.
നീതിക്കായി വിശന്ന് ദാഹിക്കുന്ന ഒരാളിനെ ദൈവം തൃപ്തിപ്പെടുത്തുന്നു. അവരിൽ വെളിപ്പെട്ടു വരുന്ന നീതിയുടെ ഫലമാണ് കരുണ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണ എന്ന ആ വാക്കിന്റെ അർത്ഥം ഫുൾ ഓഫ് പിറ്റി, ഫുൾ ഓഫ് കമ്പാഷൻ, മനസ്സലിവ് എന്നൊക്കെ നമ്മൾ കേട്ട് കാണും. മനസ്സലിവിൽ നിന്നാണ് കരുണ കാണിക്കുന്നത്. വേദപുസ്തകം വെളിപ്പെടുത്തുന്നു, പിതാവാം ദൈവം കരുണയുള്ള ദൈവമാണ്. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. എങ്ങനെയാണ് രക്ഷ നമ്മൾ സ്വന്തമാക്കിയത്? പിതാവാം ദൈവത്തിന്റെ മേഴ്സി, അവിടുത്തെ കരുണയാ, നാം ചെയ്ത ഒരു നീതിപ്രവൃത്തിയാലുമല്ല. വേദപുസ്തകം വെളിപ്പെടുത്തുന്നു, ദൈവം കരുണയുള്ളവനാണ്. God is a merciful God. രക്ഷക പ്രവൃത്തിയിൽ മാത്രമല്ല, എബ്രായ ലേഖനം 4-ാം അധ്യായം 15-16 വാക്യങ്ങളിലേക്ക് നിങ്ങൾ വരുമ്പോൾ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനും നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലണം. ഇന്നും ദൈവം കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അത് അനുഭവിക്കുന്ന ദൈവമക്കളാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. ചരിത്രത്തിൽ എവിടെ വെച്ചോ നമ്മൾ രക്ഷിക്കപ്പെട്ടു. ആ രക്ഷ ദൈവത്തിന്റെ കരുണയാൽ ആണ് സംഭവിച്ചത്. എന്നിട്ട് അതിന് ശേഷം തൽസമയത്ത് കൃപ ലഭിപ്പാൻ എത്ര വട്ടം നമ്മൾ കൃപാസനത്തിലേക്ക് നമ്മൾ ഓടി. ആ കരുണയ്ക്കായി അതാത് സമയത്ത് നമുക്ക് കരുണ തന്ന ദൈവത്തെ ഓർത്ത്, നമ്മെ നിലനിർത്തിയ ദൈവത്തെ ഓർത്ത് ഇന്ന് രാത്രിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. അതുകൊണ്ടല്ലേ ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ ഹോളിൽ ആയിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ മെർസി ഓഫ് ഗോഡ്. എന്ത് പറയാനാണ് നമുക്കുള്ളത്? രക്ഷിക്കപ്പെട്ട ശേഷവും എന്തെങ്കിലും കൂടിയ കാര്യങ്ങൾ പറയുവാനുണ്ടോ? ഒന്നുമില്ല. Every day is a day when we enjoy the mercy of God. ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവ് ഈ ഭൂമിയിൽ തന്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്നു, Jesus was a merciful God. യേശു കരുണയുള്ള ദൈവം. എത്ര വാക്യങ്ങൾ അതിനുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32-ാം വാക്യത്തിൽ 4000 പേർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ യേശു മനസ്സലിഞ്ഞ് അവർക്ക് ആഹാരം കൊടുത്തു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ 5000 പുരുഷന്മാർക്ക് അത്ഭുതകരമായി കർത്താവ് ആഹാരം ഒരുക്കുന്നു. കർത്താവിന്റെ കൂടെ ഇരുന്ന് ദൈവവചനം കേൾക്കുന്നവർ അവർ ക്ഷീണിച്ചു പോകാതെ വണ്ണം കർത്താവ് മനസ്സലിഞ്ഞാണ് ഈ അത്ഭുതങ്ങളെല്ലാം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മനസ്സലിഞ്ഞാണ് നൈനിലെ വിധവയോട് കരയണ്ട എന്ന് പറയുന്നത്. He is a compassionate God. തന്റെ ഐഹിക ജീവിതകാലത്ത്, ശുശ്രൂഷകാലത്ത് കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു, ഞാനും പിതാവും ഒന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? യേശുവിനെ നോക്കിയാൽ യേശു എക്സിബിറ്റ് ചെയ്ത സ്വഭാവമാണ് പിതാവാം ദൈവത്തിന്റെ സ്വഭാവം. യേശുവിനെ കാണുമ്പോൾ മനസ്സലിവും കരുണയും നാം കാണുന്നു. നമുക്ക് മനസ്സിലായി പിതാവാം ദൈവം കരുണയുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാം വാക്യത്തിൽ ജനത്തിന്റെ ആത്മീക ദാരിദ്ര്യം കണ്ട് യേശു മനസ്സലിഞ്ഞു എന്ന് തിരുവെഴുത്ത് പറയുന്നു. പിതാവാം ദൈവം മനസ്സലിവുള്ളവൻ, പുത്രനായ യേശു മനസ്സലിവുള്ളവൻ. ദൈവത്തിന്റെ രാജ്യം മനസ്സലിവുള്ള രാജ്യം.
ദൈവരാജ്യത്തിലെ ദൈവ മക്കൾ കരുണയുള്ളവരായിരിക്കണം, മനസ്സലിവുള്ളവരായിരിക്കണം. അത് നീതി കിട്ടുമ്പോൾ നീതിയുടെ ഫലമായി വെളിപ്പെട്ടു വരും. എന്താ കരുണ? ആവശ്യത്തിൽ ഇരിക്കുന്നവന്റെ ആവശ്യത്തിന്റെ ആഴം അവൻ അനുഭവിക്കുന്നത് പോലെ അത് ഗ്രഹിച്ചിട്ട് സിമ്പതി പറഞ്ഞു പോകുകയല്ല, അതിന് വേണ്ട ക്രമീകരണങ്ങൾ എടുത്ത് അവന്റെ കണ്ണുനീരിനെ ഒപ്പുന്ന ഒരു കരുണയുടെ സ്വഭാവം ദൈവമക്കളിൽ, ദൈവരാജ്യത്തിലെ ശിഷ്യരിൽ ഉണ്ടാകണമെന്ന് യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ചു. കാര്യങ്ങൾ കണ്ടിട്ടും കണ്ണടച്ചു പോകുന്ന ഒരാത്മീയന്റെ സ്വഭാവമല്ല. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ വന്നാൽ ആദ്യ നൂറ്റാണ്ടിലെ സഭ, യേശുക്രിസ്തുവിന്റെ ആത്മീയ ശരീരമായിരിക്കുന്ന സഭ, യേശു ഭൂമിയിൽ ചെയ്തതുപോലെ തന്നെ അവർ കരുണ എക്സിബിറ്റ് ചെയ്തു. വാക്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ വേഗത്തിൽ തരാം. 4-ാം അധ്യായത്തിന്റെ 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ അവരെല്ലാം പൊതുവകയായി എണ്ണി. നമുക്ക് ഊഹിക്കാൻ കഴിയത്തില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഭയങ്കര ഉണർവാണ്. ഉണർവ് എന്ന ആളുകൾ പറയുന്നു. മാളിക മുറിയിൽ വാസ്തവമായി പരിശുദ്ധാത്മാവിന്റെ തീ വീണെടുത്ത് കരുണയുടെ ഫലം വെളിപ്പെട്ടു. ദൈവമക്കളെ, പരിശുദ്ധാത്മ പ്രവൃത്തിയെ കുറിച്ചും ഒറ്റ വാക്കിൽ ഒരു സൂചന ഞാൻ തരാം. അനേക ആളുകളുടെ ചിന്ത, പരിശുദ്ധാത്മാവ് വന്നു, അന്യഭാഷ പറഞ്ഞു, അല്പം കൈയടിച്ച് ഒന്ന് സന്തോഷിച്ചു, അതാണ് ആത്മാവിന്റെ വരം, അതാണ് ആത്മാവിന്റെ എല്ലാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ ഇങ്ങനെ പറയാം, അതും ഒരു ഭാഗമാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് മാനിഫെസ്റ്റേഷന് വേണ്ടി മാത്രമല്ല. അന്യഭാഷാ ഭാഷണം പരിശുദ്ധാത്മ നിറവിന്റെ ഇനീഷ്യൽ എവിഡൻസാ. അതിനുശേഷം ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഫലം നമ്മളിൽ വെളിപ്പെട്ട് വരുന്നില്ല എങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഫലമാണ് വെളിപ്പെട്ട് വരേണ്ടത്. ഫലത്താലാണ് വൃക്ഷത്തെ അറിയേണ്ടത്. പ്രത്യേകിച്ചും പെന്തക്കോസ്ത് സമൂഹത്തിൽ എന്തുകൊണ്ടോ നമ്മൾ ആ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മാനിഫെസ്റ്റേഷൻസ് ആണ് വളരെ പ്രധാനപ്പെട്ടതായി നമ്മൾ ചിന്തിക്കുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യത ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പിന്നെ ഈ കാലഘട്ടത്തിൽ ധാരാളം ചെറുപ്പക്കാരുണ്ട്. ആത്മപ്രവൃത്തിയാണെന്ന് പറഞ്ഞവർ ചിലപ്പോൾ ഹോളിന് ചുറ്റിലുമൊക്കെ കിടന്ന് ഓടും. ഭയങ്കര കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അത് ശരിയോ തെറ്റോ ഇതൊന്നും ഞാനൊരു പ്രസ്താവന ചെയ്യുവാൻ താല്പര്യപ്പെടുന്നില്ല. ആത്മാവ് വന്നത് എന്തിനാ? പരിശുദ്ധാത്മാവ് വരുന്നതിനൊരു ഉദ്ദേശമുണ്ട്. എന്നെയും നിങ്ങളെയും ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാക്കുവാനാണ് ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വന്ന് റിസൈഡ് ചെയ്യുന്നത്. മാനിഫെസ്റ്റേഷൻ ഇല്ലേ പാസ്റ്ററേ? മാനിഫെസ്റ്റേഷൻ ഹോളി സ്പിരിറ്റ് വരുമ്പോൾ ഉണ്ട്. പക്ഷേ വന്നത്, പരിശുദ്ധാത്മാവ് വന്നത് മാനിഫെസ്റ്റേഷൻ തന്ന് നമ്മെ സന്തോഷിപ്പിച്ചു പോകാനല്ല. എനിക്കും നിങ്ങൾക്കും പ്രാവർത്തിക മണ്ഡലത്തിൽ ചെയ്തെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ചെയ്തെടുക്കണം. വിശേഷാൽ യേശുവിന്റെ സ്വഭാവം പോലെ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിനാണ് നമുക്ക് തരുന്നത്. 1-ാം നൂറ്റാണ്ടിലെ സഭയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ ഇടയിലുള്ള സകല പൊസഷൻസും പ്രോപ്പർട്ടി ഇത് പൊതുവകയാണ്. എന്നിട്ട് അവരുടെ സഭയിൽ ഒരു നീഡി പേഴ്സൺ ഉണ്ടെങ്കിൽ അവർക്കുള്ള വയലുകൾ പലതും വിറ്റിട്ട് അവരുടെ ബുദ്ധിമുട്ടിനെ അവർ തീർക്കുമായിരുന്നു. സാക്ഷാൽ ആത്മാവിന്റെ തീ വ്യാപരിച്ചെടുത്ത് ആ ഒരു അനുഭവം ഉണ്ടായി എങ്കിൽ, ഇന്ന് തീ വ്യാപരിക്കുന്നെങ്കിൽ ആ ഫലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കരുണയുള്ളവരാണ് ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്ന് പറഞ്ഞാൽ
കരുണ കാണിക്കുന്നവർക്ക് കരുണ ലഭിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിലെ 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? പിതാവാം ദൈവം കരുണയുള്ളവൻ, പുത്രനായ യേശു കരുണയുള്ളവൻ, പരിശുദ്ധാത്മ നിറവിലുള്ള അപ്പോസ്തോലിക കാലഘട്ടത്തിൽ അവർ കരുണയുള്ള ദൈവസഭ. മത്തായിയുടെ സുവിശേഷം 5:48 നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പെർഫെക്റ്റ് ആകണം, സൽഗുണപൂർണനായിരിക്കണമെന്ന് യേശു തമ്പുരാൻ ഈ സർമൺ ഓൺ ദ മൗണ്ടിൽ പഠിപ്പിച്ചു. എങ്കിൽ പിതാവാം ദൈവത്തെ പോലെ, പുത്രനായ യേശുവിനെ പോലെ, ആത്മനിറമുള്ള ദൈവമക്കളെ പോലെ നമ്മളും കരുണയുള്ളവരായിരിക്കണം. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. റോമാലേഖനം 8:29 കഴിഞ്ഞ ദിവസം ഞാൻ ഉദ്ധരിച്ചതാണ്. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുവാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു, നമ്മെ വിളിക്കുക. യേശുവിനുണ്ടായിരുന്ന സ്വഭാവമാണ് കരുണയുടെ സ്വഭാവം. രക്ഷിക്കപ്പെടാത്ത ഒരാളിന് ഈ സ്വഭാവം അതിന്റെ നിലയിൽ ബിബ്ലിക്കലായി ചെയ്യാൻ കഴിയില്ല. ദാനധർമ്മങ്ങൾ എവിടെയെങ്കിലും കൊടുക്കാം, പക്ഷെ ബിബ്ലിക്കൽ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് രക്ഷിക്കപ്പെടാത്ത, റീജനറേഷൻ അനുഭവിക്കാത്ത ഒരാളിന് അതിനെ നിലയിൽ ചെയ്യാനൊക്കത്തില്ല. അല്ല, ഒരു അറ്റംപ്റ്റ് നടത്തിയാൽ പോലും അതുകൊണ്ട് പ്രയോജനവുമില്ല. പ്രയോജനമില്ല എന്ന് ഞാൻ പറയുന്നത് നിത്യതയോടുള്ള ബന്ധത്തിൽ പ്രയോജനമില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന്, കർത്താവ് ഭരിക്കുന്ന ഒരു ശിഷ്യന് കരുണയുടെ സ്വഭാവം വെളിപ്പെടുമ്പോൾ അവന് കരുണ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം ഇങ്ങനെയാണ്: കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. ഇന്ന് കരുണ കാണിക്കുന്നവർക്ക് കരുണ ലഭിക്കുകയില്ല. ദൈവമക്കൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തി യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമായി ധാരാളം ആളുകൾക്ക് കരുണ കാണിക്കുമ്പോൾ ഈ ലോകം നിങ്ങൾക്ക് കരുണ തരികയില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പോലെ കരുണ കാണിച്ചവർ ആരുണ്ട് ഈ ലോകത്തിൽ? പക്ഷെ കർത്താവിന് അവസാനം ലോകം കൊടുത്തത് മുൾക്കിരീടമല്ലേ, ക്രൂശല്ലേ? ലോകമൊന്നും കൊടുത്തില്ല, നമുക്കും കിട്ടില്ല. പിന്നെ എന്താ, എവിടെയായി കരുണ ലഭിക്കുന്നത്? ന്യായവിസ്താരത്തിൽ ചെല്ലുമ്പോൾ അവിടെ കരുണ ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രക്ഷിക്കപ്പെടാത്ത ഒരാള് കരുണ കാണിച്ച് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. കാരണം രക്ഷ സൽപ്രവൃത്തി കൊണ്ടല്ല, എന്ന രക്ഷിക്കപ്പെട്ടവന് പ്രവൃത്തി ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് ഞാൻ ധരിക്കട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. വളരെ മനോഹരമായ ഒരു സ്റ്റഡിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആദ്യത്തെ 4 ബിയാറ്റിറ്റ്യൂഡ്സ്, പൂർ ഇൻ സ്പിരിറ്റ്, മോർണിംഗ്, മീക്ക്, നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും, ഈ 4 എണ്ണവും അടുത്ത 4 എണ്ണം അതിൽ നിന്ന് വരുന്ന ഫ്രൂട്ടാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തെ ഒരു രഹസ്യം നിങ്ങളോട് പറയാം. 2 സെക്ഷനായി ചിന്തിച്ചാൽ ആദ്യത്തെ സെക്ഷന്റെ 1-ാമത്തേതും 2-ാം സെക്ഷന്റെ 1-ാമത്തെയും തമ്മിൽ ബന്ധമുണ്ട്. ആത്മാവിൽ ദരിദ്രർക്ക് മാത്രമേ കരുണ കാണിക്കുവാൻ കഴിയുകയുള്ളൂ. അതെന്താണ്? ആത്മാവിലെ ദാരിദ്ര്യത്തിനെ ഭിക്ഷക്കാരനെ പോലെ കൈനീട്ടി രക്ഷയ്ക്കായി അപേക്ഷിച്ചപ്പോൾ കരുണാസമ്പന്നനായ ദൈവം കരുണ കാണിച്ചില്ലേ? കരുണ അനുഭവിച്ചവനെ സമസൃഷ്ടങ്ങളോട് കരുണ കാണിക്കുവാൻ കഴിയുകയുള്ളൂ. ഇതുപോലെ തന്നെ ബാക്കി നിങ്ങളെ ലിസ്റ്റ് നോക്കിക്കോ. അതിന്റെ 2-ാമത് എഴുതിയിരിക്കുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. 2-ാമത്തെ ലിസ്റ്റിൽ 2-ാമത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ദുഃഖിക്കുന്നവരുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. ആദ്യത്തെ ലിസ്റ്റിൽ 3-ാമത് എഴുതിയിരിക്കുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. 2-ാമത്തെ ലിസ്റ്റിൽ 3-ാമത് സമാധാനമുണ്ടാക്കുന്നവർ. സൗമ്യതയുള്ളവർക്കേ സമാധാനമുണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ. 1-ാം ലിസ്റ്റിൽ 4-ാമത്തേത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നീതിക്കായി വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. 2-ാം ലിസ്റ്റില് അവസാനത്തെ ബിയാറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ളവർ പീഡിപ്പിക്കപ്പെടും, നീതി നിമിത്തം അവർ ഉപദ്രവിക്കപ്പെടും. ഈ 2 ലിസ്റ്റ്
രണ്ടും കർത്താവ് ഒറ്റ ലിസ്റ്റായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ശ്രദ്ധ ഉണർത്തുവാൻ ഞാനതിനെ ധ്യാനത്തിന്റെ സൗകര്യത്തിനായി തിരിച്ചുകൊണ്ട് ഇതിൽ അന്തർലീനമായി കിടക്കുന്ന ആ ഒരു റിലേഷനൂടെ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന് തരികയാണ്. രണ്ടാമത്തെ ഭാഗത്തിലെ രണ്ടാമത്തെ ആ ഒരു വാക്യത്തിലേക്ക് പോകാം. മത്തായി 5:8. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വളരെ ധ്യാനിക്കേണ്ട ഒരു വേദഭാഗമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയം, പെട്ടെന്ന് നമുക്ക് ഹൃദയം എന്ന് പറയുമ്പോൾ നെഞ്ചിന്റെ ഇടത്തുഭാഗത്ത് ഇങ്ങനെ മുട്ടി ചുരുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഓർഗനാണ് ഹൃദയം. അതാണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. പക്ഷെ അത് ഒരു സിംബോളിക് പ്രയോഗമാണ്. ഹൃദയമാണ് വ്യക്തിത്വത്തിന്റെ കേന്ദ്ര വിഷയം. പേഴ്സണാലിറ്റിയുടെ സെന്റർ എന്ന് പറയുന്നത് ഹൃദയമാണ്. ഹൃദയത്തിനകത്താണ് ചിന്തകൾ, റീസണിങ്, തീരുമാനമെടുക്കുന്നത്. ഇതെല്ലാം ഹൃദയത്തിലാണ്. ഹൃദയത്തിലെടുക്കുന്ന തീരുമാനമാണ് മനുഷ്യൻ പ്രായോഗിക തലത്തിൽ പ്രാക്ടീസിൽ കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ ഹൃദയമല്ലേ മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. ആ അർത്ഥത്തിലാണ് ബൈബിളിൽ ഹൃദയമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓർഗൻ മാത്രമല്ല, അതിലുള്ള പ്രവൃത്തികൾ. അത് ശുദ്ധമുള്ളത്, പ്യൂർ എന്ന വാക്കിന്റെ അർത്ഥം അൺഅഡൾട്ടറേറ്റഡ്, വിത്തൗട്ട് ഹിപ്പോക്രസി, വെള്ളം ചേർക്കാത്ത, മായം ചേർക്കാതെ ഇരിക്കുന്ന അനുഭവം. അത് ദൈവരാജ്യത്തിലുള്ള ശിഷ്യന്മാരെ കുറിച്ച് ദൈവത്തിന് ആ പ്രതീക്ഷയാണ്. കരുണ കാണിക്കുന്ന അനുഭവം നീതിയുടെ ഫലമാണ്. ഹൃദയശുദ്ധി ഉണ്ടാകുന്ന ആ ഫലം വിശേഷാൽ ദൈവത്തോടും സഹസൃഷ്ടങ്ങളോട്, സഹോദരങ്ങളോട് ആ നിഷ്കളങ്ക അനുഭവം, നിർമ്മല അനുഭവം, വ്യാജമില്ലാത്ത അനുഭവം ദൈവരാജ്യത്തിലെ ഒരു ശിഷ്യനിൽ ദൈവം പ്രതീക്ഷിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കറിയാമെന്ന ഒരു സത്യം പറയാം. ദൈവം ഹൃദയത്തെയാണ് കാണുന്നത്. ഹൃദയശുദ്ധിയാണ് യഥാർത്ഥ ശുദ്ധി. ഇത് നമ്മൾ ഇനി മനസ്സിലാക്കണം. ബാഹ്യമായ ശുദ്ധി അതതിന്റെ അമിത പ്രാധാന്യത കൊടുത്ത് വേണ്ട ശുദ്ധി ഇല്ലാതെ പോയാൽ നമ്മൾ അപകട മേഖലത്തിലാണ്. ഹൃദയത്തിന്റെ ശുദ്ധിയാണ് രാജ്യത്തിലെ രാജാവ് നോക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വിശേഷാൽ പെന്തക്കോസ്തുകാർ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഡ്രസ്സിങ്ങോ മറ്റേതെങ്കിലും കാര്യമോ എന്നാ നമുക്ക് ഇനി തോന്നുന്നത് പോലെയാകും. കാരണം ഹൃദയമല്ലേ ദൈവം നോക്കുന്നത്. അവിടെയാണ് നമുക്ക് ബാലൻസ് ഉണ്ടാകേണ്ടത്. ഹൃദയം സാഫാണെങ്കിൽ പുറവും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിലും നിയന്ത്രണത്തിലുമായിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പുറത്തെ ക്രമീകരണത്തിൽ പാസില്ല. അകമാണ് റെഡി ആകേണ്ടത്. അകം റെഡി ആയാൽ അകത്ത് നിന്നാണ് പുറത്തോട്ട് തള്ളേണ്ടത്. പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാളൊക്കെ കൂടി ആത്മീയരായിരുന്നവര്. ആഴ്ചയിൽ 2 തവണ ഉപവസിക്കുകയും കൃത്യം 10% കൊടുക്കുകയും എപ്പോഴും പ്രാർത്ഥിക്കുകയും എപ്പോഴും പള്ളിയിൽ പോകുന്ന, സിനഗോഗിൽ പോകുന്ന ആളുകളാണ്. ഇഷ്ടം പോലെ ദാനധർമ്മം കൊടുക്കുന്ന അവരെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ യേശു അവരെ വിളിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ 25 മുതൽ 28 വരെ അവരുടെ കാപഢ്യത്തെ കർത്താവ് പൊളിക്കുകയാണ്. ഈ പുറത്തെ കുപ്പായം കൊണ്ടും, ഈ പുറത്തെ നടനങ്ങൾ കൊണ്ടും, ഈ പുറത്തെ ആത്മീയ വേഷം കൊണ്ടും 10 പൈസയുടെ ഗുണമില്ലെന്നാ തിരുവെടുത്ത് പറയുന്നത്. ഹൃദയമാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടത്. ചിന്തകളിലാണ് വ്യത്യാസം വരേണ്ടത്. നമ്മുടെ ഡിസിഷൻസ്, റീസണിങ്, തിങ്കിങ്, ആളത്വത്തിൽ മാറ്റം വരണം.
ഹൃദയമാണ് ദൈവം ചെക്ക് ചെയ്യുന്നത്. ദാവീദിനെ അഭിഷേകം ചെയ്യുവാനായി ശമൂവേൽ പ്രവാചകൻ തൈലക്കൊമ്പിനകത്ത് തൈലം നിറച്ചുകൊണ്ട് ഈശോയുടെ വീട്ടിൽ ചെന്നെത്തുന്നു. ആദ്യത്തെ ദാവീദിന്റെ ജ്യേഷ്ഠ സഹോദരനെ കണ്ടപ്പോൾ പ്രവാചകൻ ഓർത്തു, ദൈവത്തിന്റെ അഭിഷക്തൻ ഇതാ മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന് അങ്ങനെ തോന്നി. കാരണം പേഴ്സണാലിറ്റി കണ്ടപ്പോൾ നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്, ഇതായിരിക്കും അഭിഷക്തൻ. ഉടനെ ദൈവം വാൺ ചെയ്യുക, മനുഷ്യൻ പുറമെയാ നോക്കുന്നത്, ദൈവം ഹൃദയത്തെയാ നോക്കുന്നത്. ഇതൊരു വലിയ പാഠമാണ്. ഗിരിപ്രഭാഷണത്തിൽ യേശു പഠിപ്പിക്കുകയാണ്, ഹൃദയശുദ്ധിയുള്ളവർക്ക് സന്തോഷം ഉണ്ടാവും. കാരണം എന്താ? അവർ ദൈവത്തെ കാണും. വേഷം കെട്ടിൽ ദൈവത്തെ കാണത്തില്ല, സ്വർഗത്തിൽ പോകത്തില്ല. ഗിരിപ്രഭാഷണം ശരിക്കും നിങ്ങൾ പഠിക്കണം. ഇതിന്റെ ഉപസംഹാരം 7-ാം അധ്യായത്തിന്റെ 13 മുതലാ തുടങ്ങുന്നത്. ഇടുക്കുവാതിൽ ഞെരുക്കമുള്ള വഴി, ഇതുവഴി പോകുന്നവർ ജീവനിലേക്ക് പ്രവേശിക്കും. നമ്മൾ പറയുന്ന ലോകത്തിലെല്ലാം വലിയ ഉണർവ് വരാൻ പോവുക, ഇപ്പൊ എല്ലാവരും രക്ഷിക്കപ്പെടാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആഗ്രഹം ഭൂമിയിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ്. എന്നാൽ യേശു പറയുന്നത് നിത്യജീവനിലേക്കുള്ള വഴി ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ള വഴിയാണ്. അതുവഴി പോകുന്നവർ ചുരുക്കമാണെന്ന എൻ്റെ വേദപുസ്തകത്തിൽ പറയുന്നത്. ലോകവ്യാപകമായി സുവിശേഷം പ്രചരിപ്പിക്കണം. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ പെട്ടകത്തിനകത്ത് കയറും. വാതിലടയാൻ കാലമായി, യേശു വരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവരാണ് ദൈവത്തെ കാണുന്നത്. പെന്തിക്കോസ്തുകാരെല്ലാം ദൈവത്തെ കാണുമെന്ന് തിരുവെഴുത്ത് പറയുന്നില്ല. കൈയടിച്ചവരും പ്രസംഗിച്ചവരും വ്യാഖ്യാനിച്ചവരും പ്രവചിച്ചവരും അന്യഭാഷ പറഞ്ഞവരും എല്ലാം ദൈവത്തെ കാണും എന്നൊന്നും തിരുവെഴുത്തിലില്ല. ഇൻഫാക്ട് അവസാന ദിവസം ചിലര് പറയും, കർത്താവേ, നിന്റെ നാമത്തിലാണ് ഞങ്ങൾ പ്രവചിച്ചത്, നിന്റെ നാമത്തിലാണ് ഒത്തിരി വീര്യപ്രവർത്തികൾ ചെയ്തത്, ഒത്തിരി ഭൂതങ്ങളെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പറഞ്ഞയച്ചു. യേശു അവരെ നോക്കിക്കൊണ്ട് പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകും. ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ ടൈം ആയെങ്കിലും 2-3 മിനിറ്റ് കൊണ്ട് 1-2 കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞെങ്കിരിക്കാം. 1 ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായത്തിൽ നിങ്ങൾ വരണം. 28-ാം അധ്യായം, 28-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 28-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ദൈവത്തിന് ഒരു മന്ദിരം പണിയുവാൻ ദാവീദ് രാജാവ് ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ദൈവസന്നിധിയിൽ നിന്ന് അനുവാദമില്ല. അതുകൊണ്ട് തൻ്റെ മോനോട്, ശലോമോനോട് പറയുന്ന ചില വാക്കുകളാണ്. And you, my son Solomon, acknowledge the God of your father and serve him with whole-hearted devotion. വിശ്വാസി സമൂഹം ഇത് കേൾക്കണം. ദൈവത്തെ സേവിക്കേണ്ടത് എങ്ങനെയാണ്? എങ്ങനെയെങ്കിലും ഒരു സഭായോഗത്തിന് വന്നു കയറുന്നതോ, അവിടെ ഇങ്ങനെ ആരോ ആളുകൾക്ക് പൈസ കൊടുത്തതോ ഇതൊന്നുമല്ല. Your heart condition must be right. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കുട്ടികളെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയണം. ഭക്തനായ ഒരു പിതാവ് തന്റെ മോനോട് പറയുകയാണ്, serve the Lord wholeheartedly. എന്നിട്ട് and with a willing mind, കേൾക്കണേ, for the Lord searches every heart and understands every motive behind the thoughts. മോനെ, നീ ദൈവത്തെ സേവിക്കുകയാണെങ്കിൽ മുഴു ഹൃദയത്തോടെ സേവിക്കണം. കാരണം നമ്മുടെ ദൈവം, ഇസ്രായേലിന്റെ ദൈവം, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവരും അതിലെ ചിന്തകളുടെ ഉദ്ദേശത്തെ അറിയുന്നവരുമാണ്. ദാവീദ് രാജാവ് ഭക്തനായ മനുഷ്യന് അത് വെളിപ്പാട് ഗ്രഹിച്ചിരുന്നു. മോനോട് പറഞ്ഞു കൊടുക്കുക, സേവിക്കുകയാണെങ്കിൽ അങ്ങനെ സേവിക്കണം. പ്രിയമുള്ള സഹോദരീസഹോദരന്മാരെ, ഇത് വളരെ വിലപ്പെട്ട ഒരു വിഷയമാണ്. നമുക്ക് പരിമിതമായ സമയമുണ്ട്. കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്.
ഇത് നിങ്ങൾ ധ്യാനിക്കണം. നമ്മൾ ചിന്തിക്കുന്നത് പോലെ വേഷം കെട്ടി ഉരുട്ടിപ്പരട്ടി ആത്മീയം നടത്തിയാൽ ഈ വചനത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് പറയാം, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വർഗത്തിൽ നമ്മൾ പോകുകയില്ല. That's the truth. പെന്തിക്കോസിൽ വന്ന സ്വർഗത്തിൽ പോകുന്നൊന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല സഹോദരങ്ങളെ. ഇത് നമ്മുടെ ധാരണയാണ്. പരീശന്മാർ ചിന്തിച്ചത് എന്താണ്? ഞങ്ങളോ അബ്രഹാമിന്റെ മക്കളാണ് ഞങ്ങൾ പോയില്ല, പിന്നെ ആരാ പോകുന്നത്? യഹൂദൻ പൊതുവെ ധരിച്ചത് അതാണ്, പ്രത്യേകിച്ച് പരീശൻ. കാരണം ഉള്ള ആത്മീക കാര്യം മുഴുവനും ചെയ്യുന്നുണ്ട്. അവരെ നോക്കിയാണ് യേശു പറഞ്ഞത്, യു ഹിപ്പോക്രിറ്റ്സ്. അവരെ നോക്കിയാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, പാമ്പിന്റെ കുഞ്ഞുങ്ങളെ. Do not deceive yourself. നമുക്ക് ചതിവ് പറ്റരുത്. ഇത് ആളുകൾ നേരിട്ട് വന്ന് പറയത്തില്ല. നമ്മൾ കൂലി കൊടുക്കുന്ന പ്രവാചകൻ ഇത് പറയത്തില്ല. നമുക്ക് ചതിവ് പറ്റും. ഹൃദയം, അതിലുള്ള ചിന്തകളുടെ ഉദ്ദേശം അവർക്കറിയാം. ഞാൻ പറയട്ടെ, നമ്മൾ തമ്മിൽ ഇടപെടുന്നു, ഒരു കൂട്ടായ്മയ്ക്ക് വന്നിരിക്കുന്നു, അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് സംസാരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. എന്റെ മൈൻഡിലുള്ള പൊതുചിന്ത നിങ്ങൾക്കറിയാമോ? അറിയത്തില്ല. നിങ്ങളുടെ മനസ്സിലുള്ള പൊതുചിന്ത എനിക്കറിയാമോ? അറിയത്തില്ല. ഒരു മനുഷ്യന്റെ പുറം നോക്കിയാൽ അത് ഡിസെപ്റ്റീവാണ്. അവന്റെ ആഗ്രഹങ്ങൾ, അവന്റെ ചിന്തകൾ, അവന്റെ ഉദ്ദേശങ്ങൾ. ഈ എന്നെ വിളിച്ചു വരുത്തി ഈ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ എനിക്ക് പാരവെക്കുകയാണോ അല്ലയോ അറിയില്ല. ദൈവം നോക്കുന്നത് പുറത്തെ ഫിറ്റിംഗ് അല്ല, ഹൃദയത്തിലെ ചിന്തകൾ, അതിലെ ഉദ്ദേശങ്ങൾ. ഇതാണ് ദാവീദ് രാജാവ് ശലോമോനോട് പറഞ്ഞു കൊടുക്കുന്നത്. The Lord searches every heart and understands every motive behind the thoughts. എന്നിട്ട് if you seek him, he will be found by you. But if you forsake him, he will reject you forever. ഹൃദയത്തിലാണ് സ്വീകരിക്കുന്നതും ഹൃദയത്തിലാണ് റിജക്റ്റ് ചെയ്യുന്നതും. എങ്ങനെയാ സുവിശേഷം അക്സെപ്റ്റ് ചെയ്തത്? സുവിശേഷം അക്സെപ്റ്റ് ചെയ്തത് വചനം കേട്ടു, ഹൃദയത്തിൽ വിശ്വസിച്ചത് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു. അങ്ങനെയല്ലേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്? എങ്ങനെയാ ചിലര് സുവിശേഷം റിജക്റ്റ് ചെയ്തത്? കേട്ടു, മനസ്സിലായി, വേണ്ടത് വെച്ചു. ഹൃദയത്തിലാണ് റിജക്ഷൻ, ഹൃദയത്തിലാണ് അക്സെപ്റ്റൻസ്. ഹൃദയമാണ് ഏറ്റവും വക്രതയുള്ളത് എന്ന് പ്രവാചകനായ യെരമ്യാവ് വിളിച്ചു പറഞ്ഞു. ദൈവം ഹൃദയത്തോടാണ് ഇടപെടുന്നത്. ഹൃദയ ശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ശലോമോൻ ഇങ്ങനെ ഒരു അഡ്വൈസ് ഒക്കെ കൊടുത്തു കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, ശലോമോനെ പോലെ ഒരു ജ്ഞാനി ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹം ചെയ്തത്, 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം നിങ്ങൾ എടുത്താൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ദ ഹാർട്ട്. 1 രാജാക്കന്മാർ അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ ഉള്ള വാക്യങ്ങൾ വായിക്കുന്നത് നല്ലതാണെങ്കിലും 2-ാമത്തെ വാക്യം, താൻ ഭാര്യമാരെ എടുത്തു. They were from nations about which the Lord had told Israelites, you must not intermarry with them because they will surely turn your hearts after the gods. ചുറ്റിനുമുള്ള ജാതികളിൽ നിന്ന് സ്ത്രീകളെ ഭാര്യമായിട്ട് എടുക്കരുത്. അങ്ങനെ നീ എടുത്താൽ നിന്റെ ഹൃദയത്തെ, ഇസ്രായേൽ മക്കളുടെ ഹൃദയങ്ങളെ അവർ വശീകരിച്ച് അന്യ ദൈവങ്ങളെ സേവിക്കുവാൻ പ്രേരിപ്പിക്കും. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ദ ഹാർട്ട്. Nevertheless, Solomon held fast to them in love. ശലോമോന് വിഷയമല്ല. ദൈവത്തിന്റെ വചനത്തെ, ദൈവത്തിന്റെ ഇൻസ്ട്രക്ഷനെ ശലോമോൻ കാറ്റിൽ പറത്തിക്കൊണ്ട് he was rebellious to God. താഴോട്ട് വായിക്കുമ്പോൾ 4-ാം വാക്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. As Solomon grew old, his wives turned his heart after other gods. പക്ഷെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ശലോമോന്റെ ഡ്രസ്സൊന്നും ശലോമോൻ മാറ്റിയില്ല. ശലോമോൻ അന്നേരം യഹൂദനാണ്.
ശലോമോൻ അന്നേരം ദാവീദിന്റെ മോനാണ്. ശലോമോൻ അന്നേരം രാജാവാണ്. ബാക്കിയുള്ളവർ നോക്കുമ്പോൾ അച്ഛൻ എന്തൊരു ആത്മീയനാ. But his heart was turned. ദൈവം അതാണ് നോക്കുന്നത്. നമ്മൾ പലപ്പോഴും പുറത്ത് ഇതെല്ലാം കൂടെ ഫിറ്റ് ചെയ്ത് മനുഷ്യന്റെ അഭിപ്രായമാണ് നമുക്ക് വലുത്. ആളുകൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തു. ഓ, ആ പ്രാർത്ഥന വളരെ നല്ലതായിരുന്നു കേട്ടോ, നമുക്ക് സന്തോഷമായി. ഇതെല്ലാം പുറത്തെ കാര്യമാണ്. പ്രസംഗത്തിന് മാർക്കണോ, ഇതെല്ലാം പുറത്തെ കാര്യമാണ്. പ്രസംഗമോ ടീച്ചിങ്ങോ ഉപവാസമോ ഇതെല്ലാം പുറത്തെ ആളുകളുടെ അപ്രിസിയേഷൻസ് ആണ്. ഇതിനകത്ത് 5 പൈസയുടെ വിലയില്ല. ഹൃദയം നേരുള്ളതല്ലെങ്കിൽ, ഹൃദയം ചൊവ്വുള്ളതല്ലെങ്കിൽ എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്വർഗത്തിൽ പോകില്ല. ദൈവത്തിന്റെ ഭരണം നമ്മൾ അനുഭവിക്കത്തില്ല. അവസാനം അത് വലിയ ദുഃഖത്തിന് കാരണമായി തീരും. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ദ ഹാർട്ട്. ഏതോ ദിവസം ഇങ്ങനെ പറയുന്നു, his wife turned his heart from other gods after other gods, and his heart was not fully devoted to the Lord his God as the heart of David his father. ദാവീദിന്റെ ഹൃദയം ഒട്ടിയിരുന്നു, അതുപോലെ ശലോമോന്റെ ഹൃദയം ഒട്ടിയിരുന്നില്ല. അത് മാറിപ്പോയി. പ്രായമുള്ള സമയത്ത് അവന്റെ ഭാര്യമാരാണ് വശീകരിച്ചത്. താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ 9-ാം വാക്യത്തിൽ ദൈവത്തിന് കോപമുണ്ടായി. ദൈവ ഈ വിഷയത്തിൽ ഇടപെട്ടു. ആ ഒരൊറ്റ വിഷയത്തിലാണ് ശലോമോനിൽ നിന്ന് രാജ്യത്തെ ദൈവം കീറി തന്റെ ദാസന് കൊടുക്കുന്നത്. ചരിത്രം മുഴുവൻ നിങ്ങൾ പരിശോധിക്കുക തിരുവെഴുത്തിൽ. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ദ ഹാർട്ട്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. They will see God. അർത്ഥമെന്താ? ഇന്നവർ കാണും വിശ്വാസത്താൽ, പിന്നീട് കാഹളം ധ്വനിക്കുമ്പോൾ they will see him face to face. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലെ ആദ്യത്തെ 3 വാക്യം നിങ്ങൾ വായിച്ചാൽ, ആ പ്രത്യാശയുള്ളവർ ഈ ലോകത്തിൽ തങ്ങളെ തന്നെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കും. യേശു വരുന്നതിന്റെ അടയാളം എന്താ എന്ന് പറഞ്ഞാൽ, ജനത്തോടുള്ള ബന്ധത്തിൽ ഒരുക്കത്തിന്റെ അടയാളം. ഞാനും നിങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? എങ്ങനെ അറിയാം? യേശു വരുന്നേ, യേശു വരുന്നേ, പൊന്നേശു വരുന്നേ എന്ന് പാട്ട് പാടിയാൽ അറിയത്തില്ല, ഓവസിച്ചുകൊണ്ട് അറിയില്ല. ഈ മനുഷ്യന്റെ ഉള്ളിൽ, ഈ സ്ത്രീയുടെ ഉള്ളിൽ, ഹൃദയത്തിനകത്ത് വിശുദ്ധിക്ക് വേണ്ടി പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരവർക്കറിയാം, that is one of the most important signs that you're getting ready for the return of the bridegroom. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മളത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. സങ്കീർത്തനം 51 നിങ്ങൾ വരുമ്പോൾ അതിൻ്റെ 6-ാമത്തെ വേദഭാഗത്തിൽ, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. You are searching for truth in the innermost parts. ഭക്തനായ മനുഷ്യൻ അത് ഗ്രഹിച്ചിരുന്നു. ദൈവം നമ്മുടെ പുറത്തെ ഒരു കാര്യവുമല്ല ദൈവമക്കളെ നോക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും പുതിയതായി വേർപെട്ട ദൈവസഭയിൽ നമ്മൾ കടന്നു വന്ന ശേഷം പലരെയും പല കാര്യങ്ങൾ ഇടപെടുന്നത് കണ്ട് മനസ്സ് മടുത്ത് പിന്നെ അത് നമ്മൾ കോപ്പി ചെയ്യും. അങ്ങനെ ഒരു അബദ്ധം നമുക്കുണ്ടാകരുത്. തിരുവെഴുത്താണ് സത്യം. ന്യായവിധിയുടെ ദിവസത്തിൽ ഇന്നാരും ഇന്നാരും അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ ഈ ദൈവത്തിന്റെ വചനം വെച്ചാണ് കർത്താവ് നമ്മളെ ന്യായം വിധിക്കുവാൻ പോകുന്നത്. ആ ഭാഗത്തിൽ നിന്ന് ഞാൻ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. മത്തായി 5:20 കർത്താവ് പറയുന്നത്, ഹൃദയത്തിൽ നിന്നുള്ള നീതിയാണ് വെളിപ്പെടേണ്ടത്, അകത്തു നിന്നാണ് ആത്മീയം വെളിപ്പെടേണ്ടത്. അതാണ് പുറത്തോട്ട് തള്ളേണ്ടത്. പുറത്തെ ക്രമീകരണം ഡിസപ്ഷനാണ്. എങ്ങനെ എനിക്ക് ഹൃദയശുദ്ധി ലഭിക്കും? ഞാൻ എന്ത് ചെയ്യണം? വളരെ വേഗത്തിൽ 2-3 വാക്യങ്ങൾ മാത്രം തരാം. സങ്കീർത്തനം 51:10. God has to create.
അങ്ങനെ ഒരു ഹൃദയം ദൈവമേ നീ സൃഷ്ടിക്കണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മളെ കൊണ്ട് സാധ്യമല്ല, ഹൃദയം മുഴുവൻ വക്രതയുള്ളതാണ്. ഗോഡ് ഹാസ് ടു ക്രിയേറ്റ്. അതാണ് പുതിയ ജനനത്തിൽ നടക്കുന്നത്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ അകത്തൊരു ഡിവൈൻ നേച്ചർ വരികയാണ്. വേറൊരു വാക്യം മത്തായിയുടെ സുവിശേഷം 19:25-26 വാക്യങ്ങളിൽ ഇന്നലെ നമ്മൾ അല്പമായി ഒന്ന് ശ്രദ്ധിച്ചതാണ്. ധനവാനായ യൗവനക്കാരനായ ആ സഹോദരൻ യേശുവിന്റെ അടുക്കൽ നിത്യജീവനായി വന്നു. യേശു കൽപ്പനകൾ അനുസരിക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം അവൻ കുട്ടിക്കാലം തൊട്ടേ അനുസരിക്കുന്നുണ്ട്. യേശു അവസാനം പറഞ്ഞു, ഉള്ള സാമ്പത്തികമെല്ലാം വിറ്റിട്ട് അതെല്ലാം ദരിദ്രർക്ക് കൊടുക്ക്, എന്നാൽ നിനക്ക് നിത്യജീവൻ ഉണ്ടാവും. അവന് ആ കാര്യത്തിൽ നിന്നില്ല. സങ്കടത്തോടെ അവന്റെ പണിക്ക് പോയി. ഹൃദയം മാറ്റുവാൻ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവൻ തയ്യാറല്ലായിരുന്നു. ആളുകൾ യേശുവിനോട് ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ ആര് രക്ഷപ്പെടും? യേശു പറഞ്ഞൊരു വാക്കുണ്ട്, മനുഷ്യർക്ക് അസാധ്യമാണ്, ദൈവത്തിന് സകലതും സാധ്യമാണ്. ഗോഡ് ക്യാൻ. ഹൃദയത്തെ രൂപപ്പെടുത്തുവാൻ, ഹൃദയത്തെ ഫ്രഷ് ആക്കുവാൻ, പ്യൂർ ആക്കുവാൻ only God can. യോഹന്നാന്റെ സുവിശേഷം 15 വരുമ്പോൾ യേശു തന്നെ പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഹൃദയം ശുദ്ധമാകുവാനുള്ള ഒരു പ്രധാനപ്പെട്ട സീക്രട്ട് എന്ന് പറയുന്നത് ബി യുണൈറ്റഡ് വിത്ത് ദ വൈൻ. നല്ല മുന്തിരിയോട് കൊമ്പ് ചേർന്നിരിക്കുന്നിടത്തോളം കാലം ബലം അതിൽ നിന്ന് പുറപ്പെടും. 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചു പറഞ്ഞത്. അതുകൊണ്ട് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം കാപഠ്യമുള്ളവർക്ക് സാധ്യമല്ല. ദൈവരാജ്യത്തിൽ പ്രവേശിച്ച ശേഷം മുന്നോട്ട് പോകുവാനും കാപഠ്യമായിട്ടുള്ളവനുമായി ദൈവത്തിന് ഒരു ഇടപാടുമില്ല. പ്രിയമുള്ള ദൈവമക്കളെ, ഈ 3-ാമത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിനിടയായി തീരണം. നമ്മുടെ ചിന്തകൾ ദൈവം കാണുന്നുണ്ട്, വേറെ ആർക്കും കാണില്ല. ഭാര്യയ്ക്ക് കാണത്തില്ല, ഭർത്താവിന് കാണത്തില്ല, മക്കൾ കാണത്തില്ല, ആർക്കും കാണത്തില്ല. ഗോഡ് നോസ്. ദൈവത്തിന് അവിടെയാണ് ഒരു പ്യൂരിറ്റി വേണ്ടത്. എൻ്റെ ഉദ്ദേശങ്ങൾ, ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഹൃദയത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്, എൻ്റെ റിയൽ ഇൻട്രസ്റ്റ് എന്താ? ഞാനിപ്പോ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നു, എൻ്റെ ഈ പ്രസംഗമല്ല ദൈവം നോക്കുന്നത്. Is he really promoting the kingdom of God? റിയലി ഉള്ളിൽ ദൈവരാജ്യമാണോ? ഈ മനുഷ്യൻ വാസ്തവമായി രാജാവാകുന്ന യേശുവിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതാണ് കർത്താവിന്റെ വിഷയം. അല്ലാതെ വാക്കുകൾ, ഭംഗി, റഫറൻസ്, ഇതൊന്നുമല്ല വിഷയം. പ്രൈസ് ദ ലോർഡ്. ഹൃദയശുദ്ധിയുള്ളവരാണ് സന്തോഷം അനുഭവിക്കുന്നത്. ബിക്കോസ് ദേ വിൽ സീ ഗോഡ്. പ്രൈസ് ദ ലോർഡ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. പുരുഷാരം ഇത് കേൾക്കുന്നുണ്ട്, തൊട്ടടുത്ത ശിഷ്യന്മാർ കേൾക്കുന്നുണ്ട്. എന്നെ അത് വളരെ സന്തോഷിപ്പിച്ചു. യേശു ആരെയും ചതിക്കുന്നില്ല. ദൈവരാജ്യം എന്താണെന്നും ദൈവരാജ്യത്തിൽ പ്രവേശിച്ചാൽ എങ്ങനെ ജീവിക്കണമെന്നും കർത്താവ് ക്ലിയറായി പറഞ്ഞു കൊടുക്കുക. കർത്തൃദാസന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ലീഡേഴ്സിനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന തീവ്രമായ ആഗ്രഹം, നിങ്ങളുടെ മുൻപിൽ വന്ന ഓഡിയൻസ് ദൈവരാജ്യം അറിയണം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം, ഹൃദയശുദ്ധിയോടെ നടക്കണമെന്നായിരുന്നോ? അതോ നമ്മൾ അവരെയൊക്കെ സന്തോഷിപ്പിച്ചു വിട്ടോ? യേശുവിന്റെ പുറകെ ആദ്യം ഇറങ്ങിത്തിരിച്ചത് മുക്കവന്മാരാ അല്ലേ? നമുക്കറിയാമല്ലോ, മുക്കവന്മാരേലും ഉണ്ടല്ലോ. യവന്മാരുടെ പോയാൽ നമ്മുടെ സഭ എന്തായിത്തീരും? സന്തോഷിപ്പിച്ച് നിർത്താം. ഇതല്ലായിരുന്നു യേശുവിന്റെ സ്ട്രാറ്റജി. ഹി ടോൾഡ് ദം ദ ട്രൂത്ത്. സഭാ വളർച്ചയ്ക്ക് വേണ്ടി ടെക്നിക്കുകളും ഗിമിക്സുകളും ആവിഷ്കരിച്ച് ആളുകളെ സന്തോഷിപ്പിച്ച് ആ നിലവാരത്തിൽ കൊണ്ടുപോകുന്നത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. അത് സഭാ വളർച്ചയല്ല, എണ്ണം പെരുകിയെന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായ കാര്യം പറഞ്ഞ് യേശുക്രിസ്തുവിലേക്ക് ഹൃദയം തിരിക്കുന്ന കർത്തൃഭൃത്യന്മാരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്പിരിച്വൽ എന്റർടൈൻമെന്റ് അല്ല ശുശ്രൂഷ. കൃത്യമായ ദൈവത്തിന്റെ ആലോചന, പത്യ ഉപദേശം,
മനുഷ്യർക്ക് മനസ്സിലാകുന്ന നിലയിൽ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അവരുടെ ഹൃദയത്തെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനിലേക്ക് തിരിക്കുക. അതാണ് ശുശ്രൂഷ, അതിനാണ് വചനധ്യാനം, അതിനാണ് കൺവെൻഷൻ, അതിനാണ് ബൈബിൾ സ്റ്റഡി, അതിനാണ് ഫാമിലി കോൺഫറൻസ്. പ്രൈസ് ദി ലോർഡ്. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അതും റൈച്ചസ്നെസ്സിന്റെ ഒരു ഫ്രൂട്ടാണ്. സമാധാനം ഈ ലോകത്തിൽ എങ്ങുമില്ല. സമാധാനം, ഒരൊറ്റ സമാധാനത്തിന് വേണ്ടി രാഷ്ട്രങ്ങൾ കൊതിക്കുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്? ബിക്കോസ് ഓഫ് സിൻ. ഏദൻ പൂങ്കാവനത്തിൽ എല്ലാം സമാധാനമായിരുന്നു. സമാധാനം നഷ്ടപ്പെടാൻ കാരണം ബിക്കോസ് ആഡം സിൻഡ്. വേദപുസ്തകം വെളിപ്പെടുത്തുന്നു, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് പീസ്. ദൈവത്തിന് ആരോടും വഴക്കില്ല, ആളുകൾ അങ്ങോട്ട് വഴക്കിട്ടുകയാണ്. വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 2 കൊരിന്ത്യർ 13-11 വാക്യം, ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് പീസ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2:4, 11:6, അനന്തര ഭാവിയിൽ God's promise of future world is characterized by peace. ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ കുറിച്ച് യെശയ്യാ പ്രവചനം 9-6 വാക്യം, Jesus is the Prince of Peace. റോമാലേഖനം 14:17 ദൈവരാജ്യമോ ഭക്ഷണവും പാനീയവും അല്ല, നീതി, സമാധാനം, ആത്മാവിലുള്ള സന്തോഷം. There is peace in the kingdom of God. സുവിശേഷം എന്താ? റോമാലേഖനം 10:15 the gospel is the gospel of peace. പിതാവാം ദൈവത്തോട് സമനായിരുന്ന പുത്രൻ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി the Prince of Peace came to the world. എന്നിട്ട് ഏക മധ്യസ്ഥനായി നിന്ന് ദൈവവും മനുഷ്യനുമായുള്ള പീസ് നഷ്ടപ്പെട്ടിരുന്നപ്പോൾ ഏക മധ്യസ്ഥനായി വന്ന് ജനത്തെ ദൈവത്തോട് അടുപ്പിച്ചു. Reconcile the world. He made peace. അങ്ങനെയാണെങ്കിൽ ബൈബിൾ പറയുന്ന പീസ് എങ്ങനെയുള്ള പീസാണ്? ചില ആളുകൾക്ക് സമാധാനത്തെക്കുറിച്ചുള്ള ഒരു ധാരണ, 2 കക്ഷികൾ തമ്മിൽ വഴക്കുണ്ടാകുന്നു, സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ, സമാധാന സ്നേഹികളല്ല. പീസ് ലവേഴ്സ് ഉണ്ട്, പീസ് മേക്കേഴ്സ് ഉണ്ട്. പീസ് ലവേഴ്സ് എന്ന് പറയുന്ന, പീസ് ലവർ പീസ് മേക്കർ ആയാൽ നല്ല കാര്യം. പീസ് ലവർ മാത്രമായിരുന്നാൽ വഴക്കുണ്ടാക്കട്ടെ, ഞാൻ ഗുണമായിട്ട് ദോഷമായിട്ട് എൻ്റെ പൊന്നച്ചോ എനിക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്നു തുടങ്ങണം, അയാളൊരു പീസ് മേക്കർ അല്ല. പീസ് മേക്കേഴ്സ് വില കൊടുക്കുന്നവരാ. അല്ലെ, പുത്രനായ യേശുവിനെ നിങ്ങൾ നോക്ക്. താണഭൂമിയിൽ വന്ന് തന്നെത്താൻ യാഗമായി ഏൽപ്പിച്ചൊരു വില കൊടുത്താണ് he made peace between man and God. ഇതാണ് ദൈവത്തിന്റെ മക്കളുടെ ഡ്യൂട്ടി, ഇതാണ് ദൈവരാജ്യത്തിന്റെ പീസ്. When you make peace, there is a chance that you will get hurt. സമാധാനം ഉണ്ടാക്കാൻ പോകുക. അദ്ദേഹത്തിന്റെ വശത്തെ കേട്ടു, നീതിക്ക് ന്യായവും ദൈവവചനത്തിന്റെ കാര്യത്തിനോട് നിൽക്കുമ്പോൾ പഴി ഉണ്ടാകും, ദുഷി ഉണ്ടാകും, നിന്ന ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. That's the cost of making peace. അങ്ങനെയുള്ളവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ യേശു, യേശുവിന്റെ സ്വഭാവമുള്ള പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അതാണ് ബിബ്ലിക്കൽ പീസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ യു മേക്ക് പീസ് വിത്ത് ഗോഡ്. രണ്ടാമത്, ഇവാഞ്ചലിസം. എന്താ യഥാർത്ഥത്തിൽ സുവിശേഷീകരണം? മനുഷ്യരെ ദൈവത്തോട് നിരപ്പിക്കുന്നതാ സുവിശേഷം, പീസ് ഉണ്ടാക്കുന്നതാ. വാസ്തവത്തിൽ we are the peace keeping force on earth. എത്രയോ രാജ്യങ്ങളല്ലേ മറ്റു രാജ്യങ്ങളെ സംരക്ഷിക്കുവാനായി പീസ് കീപ്പിംഗ് ഫോഴ്സ് അയക്കും. We are the peace keeping force of the Lord Jesus Christ. കാരണം സുവിശേഷം പറഞ്ഞ് ആളുകളെ ദൈവത്തോട് സമാധാനമുള്ളവരാക്കി തീർക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞ്
അവിടെ വിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. മേക്ക് പീസ് വിത്ത് മെൻ. കൂട്ടു സഹോദരന്മാരുമായി പീസ് വേണം. ചിലവൻ വീട്ടിൽ വന്ന പ്രശ്നമാണ്, സഭയിൽ കയറിയ അതിലും പ്രശ്നമാണ്. കുടുംബത്തെ കലക്കുന്ന പുള്ളികളുണ്ട്, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരല്ല. നിങ്ങൾ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. സമാധാനമുണ്ടാക്കുന്നവർ ദൈവമക്കളല്ലേ, ദൈവത്തിൻ്റെ പുത്രന്മാർ. വാക്യം നേരെ ഓപ്പോസിറ്റിൽ നിന്ന് ചിന്തിച്ചേ. കലക്കമുണ്ടാക്കുന്നവർ ആരുടെ മക്കളാണ്? ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞോളൂ. എത്രയോ സഭകൾ ഉറച്ചവരുണ്ടില്ലേ, കാര്യമില്ലാത്ത കാര്യത്തിന് കുത്തിത്തിരിപ്പുണ്ടാക്കി, ഭോഷ്ക് പറഞ്ഞ്, വ്യാജം പറഞ്ഞ്, സ്ലാൻഡറിങ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പാര വെച്ച് കുടുംബങ്ങളെ കലക്കിയ വൻകിട താരങ്ങളില്ലേ. That's not the kingdom of God. That's not the kingdom of God. അവരിൽ വ്യാപരിക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവല്ല. God is a God of peace. His son Jesus is a God of peace. ദൈവമക്കൾ സമാധാനം ഉണ്ടാക്കുന്നവരാ. അല്ലാതെ വിഷയമുണ്ടാകുമ്പോൾ നല്ല പരിവവ കുറച്ചുകൂടെ എണ്ണ അങ്ങോട്ട് ഇട്ട് കൊടുക്ക, ഞാനിത് എത്ര നാളായി നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് എണ്ണ ഒഴിച്ച് തീയാളി കത്തിച്ച് സഭകളെ ഉടയ്ക്കുകയും കുടുംബങ്ങളെ ഉടയ്ക്കുകയും ചെയ്യുന്നവരല്ല. പ്രവാചക വൃന്ദത്തെ നോക്കിക്കൊണ്ട് ഞാൻ പറയാം, എത്രയെത്ര ദൂതുകളാണ് കുടുംബങ്ങളെ തല്ലിപ്പിരിച്ചത്. Are they making peace? അങ്ങനെയെങ്കിലും ചിലതിനെ വിവേചിക്കാൻ നമുക്ക് കൃപയുണ്ടാകട്ടെ. അപ്പനെയും അമ്മയെയും മക്കളെയും തമ്മിൽ അടുപ്പിച്ചു, അയൽവക്കക്കാരെ തമ്മിൽ അടുപ്പിച്ചു. What spirit is that? സ്വന്തം ഭർത്താവിനെയും ഭാര്യയും തമ്മിൽ അടുപ്പിച്ചു ഇല്ലേ? വേദപുസ്തകം പറയാണ് ദൈവരാജ്യത്തിന്റെ സ്വഭാവം, യു ആർ പീസ് മേക്കേഴ്സ് ഇൻ എ വയലന്റ് വേൾഡ്. ഞാനൊരു കാര്യം പറയാം, ഈ ലോകത്തിന് നമ്മളെ ആവശ്യമാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, അടുത്ത വാക്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ 2 കാര്യങ്ങൾ യേശു പറയുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്. പിന്നെ യേശു പറഞ്ഞു, നിങ്ങളാണ് ലോകത്തിൻ്റെ വെളിച്ചം. ഈ ദൈവരാജ്യത്തിലെ സ്വഭാവമുള്ള ശിഷ്യന് സമൂഹത്തെ ഇമ്പാക്റ്റ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അത് യേശു പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. തിരിഞ്ഞപ്പോൾ പറയാണ്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. എന്നിട്ട് ഉപ്പിനെ കുറിച്ച് പറയാം, ഉപ്പിന് കാരം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ പ്രയോജനമെന്ന്. എന്താ ഈ കാരം? അപ്പോഴത്തേക്ക് നമ്മൾ അതിന് ഉപ്പിന് രുചി ഉണ്ടാക്കാനാണ്, ഉപ്പ് പ്രിസർവേറ്റീവാണ്, അങ്ങനെ ഇങ്ങനെ, അതൊക്കെ ആരെങ്കിലും പറയട്ടെ, അതൊക്കെ എങ്ങനെയും ആകട്ടെ, പോട്ടെ. ഈ കോണ്ടെക്സ്റ്റിൽ കാരം ഈ മേൾ പറഞ്ഞ സ്വഭാവ ഗുണമാണ്. ഇതില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഒത്തിരി ചവിട്ട് നമുക്ക് കിട്ടുന്നത്. ഹൃദയശുദ്ധി ഇല്ലാത്തത് കൊണ്ടും കരുണ കാണിക്കാത്തത് കൊണ്ടും സമാധാനം ഉണ്ടാക്കാത്തത് കൊണ്ടും പകരം പാര വെക്കുന്നത് കൊണ്ടും. കരുണ കാണിക്കുന്നത് പോലും ഹൃദയശുദ്ധിയോടെ അല്ലല്ലോ പലയിടത്തും. മത്തായി 6:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, നിങ്ങൾ കൊടുക്കുമ്പോൾ വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയല്ലെന്നല്ലേ പറയുന്നത്. ഇന്ന് നമ്മൾ പ്രസിദ്ധീകരിച്ച് പരസ്യം ചെയ്തില്ലേ ഇത് കൊടുക്കുന്നത്. അതിന് ഭൂമിയിൽ കിട്ടും. കാരണം അച്ചായനെന്നും കൊച്ചമ്മയെന്നൊക്കെ ആളുകൾ വിൽക്കുമ്പോൾ യേശു പറഞ്ഞു, കിട്ടിപ്പോയി നിങ്ങൾക്ക് ഭൂമി വെച്ച് കിട്ടി. സ്വർഗത്തിലില്ല. സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ ഈ കെയർ ഓഫിലൊന്നും ഇല്ല. ദൈവമക്കളെ, ദൈവരാജ്യത്തിന്റെ നിയമം ഇറ്റ്സ് സോ സ്ട്രോങ്. ഇന്ന് രാത്രി ദൈവത്തെ നമ്മൾ ഭയപ്പെടണം. ഇതുപോലൊരു ചേഞ്ച് നമ്മുടെ ഹൃദയത്തിൽ വന്നില്ല എങ്കിൽ ഐ ടെൽ യു ഇറ്റ്സ് എ ട്രാജഡി. ഞാൻ ഈവൻ സഭാ നേതൃത്വം വഹിക്കുന്നവർ വൻ കസേറകളിരിക്കൽ ഇവരും പലപ്പോൾ കലക്ക വെല്ലിക്കൊണ്ടിരുന്നത്. That's not what the Bible says. യേശു വന്ന് കലങ്ങിയിരിക്കുന്നത് കലക്കുകയല്ല. Jesus was the Prince of Peace. Praise the Lord. ബൈബിൾ പറയുന്നതൊന്ന്,
നമ്മൾ എത്രയോ ഊരിയാണ് കിടക്കുന്നത് ദൈവങ്ങളെ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ മാനസാന്തരപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഐ ബ്രോട്ട് യു ദ ട്രൂത്ത് ഓഫ് ഗോഡ്സ് വേർഡ്. യേശു മലമുകളിലിരുന്ന് സംസാരിക്കുകയാണ്, ടീച്ച് ചെയ്യുകയാണ്. സമാധാനം ഉണ്ടാക്കണം. ഉണ്ടാക്കുന്നവരെ അവർ ഭാഗ്യവാന്മാരാണ്. അവർക്ക് സമാധാനം ഉണ്ടാകും, അവർക്ക് സന്തോഷം ഉണ്ടാകും. അവരെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. പ്രവചന ദൂതുകൾ, ഈവൻ പാസ്റ്റർമാർ, ഞാൻ നേരിട്ട് കുടുംബത്തെ കണ്ടിട്ടുണ്ട്. നേരിട്ട്, ഇതൊന്നും ഊഹാപോഹങ്ങളല്ല. ഇന്നും ഒരു കുടുംബം സെപ്പറേറ്റഡ് ആയിട്ട് കഴിയുകയാണ്. എന്താ കാരണമെന്നറിയാമോ? ലോക്കൽ ചർച്ചിന്റെ ഇടയൻ അവരുടെ കുടുംബത്തെ കലക്കി. അത് ആഴത്തിൽ പറയാൻ ഇപ്പോൾ സമയമെടുക്കുന്നില്ല. വാട്ട് എ ട്രാജഡി. ആരാണ് സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നയാൾ? ഈസ് എ ലീഡർ. എന്താണ് കർത്താവ് അദ്ദേഹത്തിൽ ആഗ്രഹിക്കുന്നത്? സമാധാനം ഉണ്ടാക്കുക. അദ്ദേഹം ഒരു കുടുംബത്തെ പൊളിച്ച് കൈ കൊടുത്തു. ഇന്നും അവർ സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുന്നു. ഇതുകൊണ്ടാണ് കാരം നഷ്ടപ്പെട്ട് ഇപ്പോൾ ചവിട്ട് പലയിടത്ത് കൊള്ളുന്നത്. This is exactly what Jesus said. ഏറ്റവും അവസാനത്തെ വാക്യം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10-ാം വചനം. അതൊന്ന് പരസ്യമായിട്ട് കർത്തൃദാസൻ വായിച്ച് സഹായിക്കണം. ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. മതി. അതിനുശേഷം 11-12 വാക്യങ്ങൾ നമുക്ക് പിന്നീട് വായിക്കാം. നീതി, ദൈവം പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ നടക്കാൻ തുടങ്ങുമ്പോൾ യേശു ഒരു കൺഫ്യൂഷനും ഇടുന്നില്ല. നിങ്ങൾക്കെല്ലാം നല്ലതായിരിക്കുമെന്ന് യേശു പറയുന്നില്ല. യു വിൽ ബി പെർസിക്യൂട്ടഡ്. നിങ്ങൾ ഉപദ്രവിക്കപ്പെടും. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നിങ്ങൾ നയിക്കാൻ തുടങ്ങിയാൽ, റിയലി ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഹൃദയശുദ്ധിയോടെ വിശുദ്ധിയിലും വേർപാടിലും ദൈവകൃപയിൽ നിന്നാൽ, വേദപുസ്തകം പറയുന്നത് നിങ്ങളെ അംഗീകരിക്കത്തില്ലെന്നാ. എന്നിട്ട് യേശു താഴെയോട്ട് വിശദീകരിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, അവിടെ നമ്മളിപ്പോൾ വായിച്ച വാക്യത്തെ തുടർന്ന് അതിന്റെ 11-ാം വാക്യത്തിൽ ഒന്ന് വായിക്കാമോ? എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും. എന്റെ നിമിത്തം, പ്രത്യേകം നോട്ട് ചെയ്യണം. എന്റെ നിമിത്തം എന്ന് പറഞ്ഞാൽ കയ്യിലിരിപ്പ് നിമിത്തമല്ല. എന്റെ നിമിത്തം, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. അടുത്ത്, നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. അപ്പൊ 10-ാം വാക്യത്തിൽ നീതി നിമിത്തം, 12-ാം വാക്യത്തിൽ എന്റെ നിമിത്തം. ഈ രണ്ട് കാരണങ്ങളാൽ നിമിത്തം എന്തുണ്ടാകും? ഉപദ്രവം ഉണ്ടാകും. എന്താണ് ഉപദ്രവം? 3 കാര്യങ്ങൾ യേശു അവിടെ പറയുകയാണ്. യേശു പറയുന്നത്, people will insult you. 2, ദേഹോപദ്രവം, persecute you. 3, falsely say all kinds of evil against you because of me. ഇത് 3 നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ. കാപട്യത്തിൽ പെന്തിക്കോസുകാരനായി ഉരുട്ടിപ്പരട്ടിയാണെങ്കിൽ ഇതൊരു കുഴപ്പമില്ല. വാസ്തവമായി ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാവും. അതിന്റെ കാരണം പറയാം. ഈ ലോകത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായിരുന്ന സമയത്ത് യേശുവിന് ഇതെല്ലാം ഉണ്ടായി. യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്ന എനിക്ക് ഇത് തന്നെ ഉണ്ടാവും. എന്നിട്ട് യേശു പറയുക, ഇങ്ങനെ അവർ പണ്ടുകാലത്തെ പ്രവാചകന്മാരെ എല്ലാം ഉപദ്രവിച്ചു അല്ലേ? പക്ഷെ ഇന്ന് പ്രവാചകന്മാർക്ക് അംഗീകാരമാണ്. വാക്യം പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം. ദൈവമക്കൾ എവിടെങ്കിലും ഇത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാക്യം ഒന്ന് നോട്ട് ചെയ്യണം എന്ന് ഓർപ്പിക്കുക. അതിന്റെ 26-ാം വാക്യം. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെയും അങ്ങനെ ചെയ്തുവല്ലോ. ഇത്രയും വിവരം നമ്മൾ ഉണ്ടാകണം. കള്ളപ്രവാചകനായിരുന്നു അംഗീകാരം. നല്ല പ്രവാചകനെ ദി പെർസിക്യൂട്ടഡ്. നമ്മൾ അപ്പൊ ഏതാ ഇപ്പോഴത്തെ കള്ളം, ഏതാ ഇപ്പോഴത്തെ നല്ലത് എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുക. This is the Bible. റിയൽ ജീവിതമാണോ? നിങ്ങൾ ഉപദ്രവിക്കപ്പെടും. യേശുവിനെ പോലെ ജീവിച്ച ഒരു അപ്പോസ്തലനായിരുന്നു പൗലോസ്.
ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്ന് വളരെ തന്റെ ഇടത്തോടെ താൻ സ്ഥാപിച്ച സഭകളിൽ ഉറക്കെ പ്രസംഗിച്ചയാളാണ്. ആ മനുഷ്യൻ അനുഭവിക്കുന്ന നിന്ദകൾ, താൻ അനുഭവിച്ച ശാരീരിക ഉപദ്രവങ്ങൾ നിങ്ങൾ തിരുവെഴുത്തിൽ വായിച്ചിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. തന്റെ മിഷണറി യാത്രയിൽ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൽ വരുമ്പോൾ ലിസ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് അടിച്ചിട്ട് വലിച്ചഴച്ച് ദൂരെ കളഞ്ഞു. വേദപണ്ഡിതന്മാർ പറയുന്നത് ഒരു പക്ഷെങ്കിൽ ആ മനുഷ്യൻ അവിടെ വെച്ച് മരിച്ചു കാണുമെന്ന. ശിഷ്യന്മാർ ചുറ്റിനും നിന്ന് അവർ പ്രാർത്ഥിച്ചു. താൻ എഴുന്നേറ്റു. വളരെ കൂളായിട്ട് അടുത്ത വാക്യം പറയുന്നത് താൻ അടുത്ത പട്ടണത്തിലേക്ക് പോയത്. അടുത്ത പട്ടണത്തിൽ എന്താ? അവിടെ ഇത് തന്നെ. അങ്ങനെ നിരന്തര ഉപദ്രവം. താൻ പ്രസംഗിച്ച പ്രസംഗത്തോടായിരുന്നു തന്റെ കൂട്ടുജാതിക്കാരായ യഹൂദന്മാരുടെ പരാതി. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ആ വലിയ ആത്മീക സത്യം വെളിപ്പാട് താൻ പ്രചരിപ്പിക്കുമ്പോൾ തനിക്കെതിരെ ശക്തമായ പോരാട്ടമുണ്ടായി. എത്ര തവണ തന്നെ വകവരുത്തുവാൻ യഹൂദന്മാർ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. പലയിടത്തും ദൈവം തന്നെ വിടുവിക്കുകയാണ്. തന്റെ ശുശ്രൂഷയുടെ ഏറ്റവും അവസാനം, 3-ാമത്തെ മിഷണറി യാത്രയുടെ അവസാനം യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ തന്നെ വളഞ്ഞു കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, യെരുശലേം ദേവാലയത്തിൽ കയറിയപ്പോൾ ഇവൻ ആലയത്തെ തീണ്ടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് ആളുകൾ അവനെ കൊല്ലാൻ വേണ്ടി അടിച്ചെന്ന പട്ടാളക്കാർ രക്ഷപ്പെടുത്തി. അടികൊണ്ട് ഒരു പരുവത്തിലായി പട്ടാളക്കാർ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, ഒരല്പം സമയം തരാം. പട്ടാളക്കാരനെ അനുവദിച്ചപ്പോൾ ഇങ്ങനെ ഈ അടി കൊണ്ട മനുഷ്യൻ നിന്ന് തനിക്കെതിരെ വെല്ലുവിളിക്കുന്ന, ഇവനെ കൊല്ലണമെന്ന് പറയുന്ന ആ കൂട്ടം ജനത്തോട് തന്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞ് യേശുവിനെ ഉയർത്തുകയാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി. അഭിഷക്തന് പാട്ട് വേണ്ട, അനുകൂല ഓഡിയൻസ് വേണ്ട, ഒന്നും വേണ്ട. യോഗത്തിന്റെ അവസാനമൊന്നും എനിക്കൊന്നും കിട്ടിയില്ല. ആളുകൾ പിന്നെ പ്രശ്നം ഉണ്ടാക്കി. പട്ടാളക്കാർ തന്നെ രക്ഷപ്പെടുത്തി. അടുത്ത ദിവസം സെനറ്ററി സംഘത്തിന്റെ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ ഭരിക്കുന്ന ആളുകളുടെ മുൻപിൽ നിർത്തി. മഹാപുരോഹിതനുണ്ട്, സദൂക്യരുണ്ട്, ഫരീശരുണ്ട്. അവിടെയും പ്രശ്നം. അവിടെയും താൻ സാക്ഷ്യം പറഞ്ഞു. അവിടെ നിന്ന് തന്നെ ഫെലിക്സ് എന്ന് പറയുന്ന ഗവർണറുടെ മുൻപിൽ നിർത്തി. ഫെലിക്സിന് ബോധ്യമായി ഈ മനുഷ്യൻ നിഷ്കളങ്കനാണ്. പക്ഷേ തനിക്ക് ജയിലിൽ നിന്ന് വിമോചനം കിട്ടിയില്ല. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫെലിക്സ് ഭയന്നു പോയെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഓഡിയൻസ് അനുകൂലമല്ല. അഭിഷേകത്തിൽ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ആളുകളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ഓപ്പറേഷൻ ഉണ്ടായി. താൻ ഭയപരവശനായി തീർന്നു. ഫെലിക്സിന് സ്ഥാനം മാറ്റം വന്ന് 2 വർഷം കൂടി ഈ മനുഷ്യനെ, ഈ നിഷ്കളങ്ക മനുഷ്യനെ പ്രിസണിനകത്ത് തന്നെ ഇട്ടു. അടുത്തയാളാണ് ഫെസ്റ്റസ്. ഫെസ്റ്റസ് ഇയാളെ ക്രോസ് ചെക്ക് ചെയ്തു. നിഷ്കളങ്കനാ, പക്ഷെ വിടത്തില്ല. അഗ്രിപ്പ രാജാവിനെ കൊണ്ട് ക്രോസ് ചെക്ക് ചെയ്തു. അഗ്രിപ്പ രാജാവിന് അടുക്കൽ നിൽക്കുമ്പോൾ ഫെസ്റ്റസ് ഒരു കാര്യം പറയുന്നുണ്ട്, പൗലോസെ നിനക്ക് പ്രാന്ത. നിന്നയും പരിഹാസവും അടിയും എന്ത് നിമിത്തം? ക്രിസ്തു നിമിത്തം. നിങ്ങൾ മനസ്സിലാക്കണം, ഭയങ്കര ജ്ഞാനിയായ മനുഷ്യനാണ് ഈ പൗലോസ്. ഗമാലിയേലിന്റെ കാൽപാദത്തിലിരുന്ന് ന്യായപ്രമാണം അരച്ച് കലച്ച് കുടിച്ച മനുഷ്യനും ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യന, മറ്റൊരാൾ നോക്കിയാൽ ഒരു കുറവും പറയാനില്ലാത്ത മനുഷ്യനാണ്. ആ രംഗം നിങ്ങളുടെ മനസ്സിൽ ഒന്ന് കാണണം. അഗ്രിപ്പ രാജാവ്, തന്റെ കൂടെ ബർണസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, അപ്പുറത്ത് ഫെസ്റ്റസ്, പട്ടാളക്കാരെല്ലാം നിൽക്കുക. ആംഗ്യം കാട്ടിയപ്പോൾ അന്നത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രിസണറെ കൊണ്ടുവരിക. 4 അടി 11 ഇഞ്ചുള്ള കഷണ്ടി ഒരു മനുഷ്യൻ. ആളുകൾ ഞെട്ടിപ്പോയി കാണും. ഇവനാന്നോടെ ഭൂമിയെ വിറപ്പിച്ച മനുഷ്യൻ. അഗ്രിപ്പ രാജാവ് പറഞ്ഞു, നീ എന്താ പ്രസംഗിക്കുന്നത്? അല്പസമയം കൊണ്ട് നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ പോകുകയാണോ? ഉടൻ മറുപടിയാണ്, അല്പം കൊണ്ടോ അധികം കൊണ്ടോ ഈ ചങ്ങലകൾ ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിലും നീ മാത്രമല്ല, എന്നെ കേൾക്കുന്ന സകല ആളുകളും യേശുവിലേക്ക് തിരിയണം. That's the anointing. ആ ഫയർ. ഉപദ്രവമുണ്ട്, നീതിക്ക് വേണ്ടി ഉപദ്രവമുണ്ട്. നീതി നിമിത്തവും എന്റെ നാമം നിമിത്തം. യേശു അനുഭവിച്ചതെന്താ?
സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ വന്ന യേശു കർത്താവിനെ ബെൽസിബുവിനെ കൊണ്ടാണ് നീ ശുശ്രൂഷിക്കുന്നത്. ഓരോ മീറ്റിങ്ങിനും ആള് പോയി എഴുതിയെടുക്കുന്നത് പോലെ നമ്മൾ ഓർക്ക് ഇതല്ല കുറിപ്പിടുക ഇല്ല, വാക്കിൽ പിടിക്കാനാ. അവനെ നിന്ദിച്ചു, പരിഹസിച്ചു, എന്തെല്ലാം ചെയ്ത് അവസാനം ക്രൂശിൽ കിടക്കുക. അവിടെ വിടത്തില്ല. ദൈവപുത്രനാണ്, ഇറങ്ങി വാ. ഈ ലോകത്തിൽ യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിന്ദയുണ്ട്, ഉപദ്രവമുണ്ട്, എല്ലാ തിന്മയും നിങ്ങളെക്കുറിച്ച് കളവായി പറയും എന്ന് രാജ്യത്തിന്റെ രാജാവ് പറയുന്നു. പക്ഷേ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാ? റിജോയ്സ്. എന്റെ ഭാഷയിൽ പറയാം, ആത്മാവിലാകണം. നമുക്ക് അനുകൂല സാഹചര്യമുള്ളപ്പോൾ പോലും കൈയടിക്കാൻ നമുക്ക് മടിയാ. ഇനി അങ്ങനെ കൈയടിക്കുന്നതിനേക്കാൾ ഒക്കെ നല്ലതാ നമ്മുടെ സാഹചര്യം എന്ന് പറയുന്നത് ആളുകൾ നിന്ദിക്കുമ്പോൾ, കാർക്കിച്ച് തുപ്പുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന റിജോയ്സ്. ലൂക്കോസ് ഇതേ കാര്യം എഴുതുന്നത് എങ്ങനെയാണെന്നറിയാമോ? ലീപ് ഫോർ ജോയ്. തുള്ളിച്ചാടാൻ. എപ്പോ? ആളുകളെല്ലാം വിടക്കം നിന്നുമ്പോൾ, നിന്ദിക്കുമ്പോൾ, ആട്ടി പുറത്താക്കുമ്പോൾ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പഴയ നിയമ ഭക്തന്മാരെ കുറിച്ചുണ്ട്. ഈവൻ അവരുടെ പ്രോപ്പർട്ടി കിട്ടിയിട്ടില്ല. ബിക്കോസ് ഓഫ് റൈച്ചസ്നെസ്, ദൈവത്തിന് വേണ്ടി സ്ഥാനമെടുത്തതുകൊണ്ട്. Many of them were martyrs. അപ്പോസ്തലന്മാരോ യോഹന്നാൻ ഒഴികെ they were all martyrs. ക്രിസ്തു നിമിത്തം നിന്നയുണ്ട്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ ഞാനതോടെ വായിച്ചിട്ട് ഞാൻ നിർത്താൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ സമയം കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിന്റെ 41, 42 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ, the apostles left the Sanhedrin rejoicing because they had been counted worthy of suffering disgrace for the name. Day after day in the temple courts and from house to house they never stopped teaching and proclaiming the good news that Jesus is the Christ. 1-ാം ക്ലാസ് അടി കൊടുക്കുമ്പോൾ they rejoice. എന്താ? ദൈവമേ, ഇത് അനുഭവിക്കാൻ ഞങ്ങളെ ഒന്ന് തെരഞ്ഞെടുത്തല്ലോ. Praise the Lord. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ്, see, none of them could break his spirit. താൻ പറയുന്നത് എന്താണെന്നറിയോ? I want to know Christ. എനിക്ക് ക്രിസ്തുവിനെ അറിയണം, പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം, എനിക്ക് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ വേണം. ഓ, that's the disciple. അതായിരിക്കട്ടെ നമ്മുടെ ദർശനം. അല്ലാതെ ഇവിടെ ഒരു വണ്ടി കിട്ടുന്നതല്ല ഡിസൈപ്പിൾ ആകുന്നത്. ഇവിടെ ബിസിനസ് ക്ലിക്ക് ചെയ്തതല്ല. നിങ്ങൾ ദൈവമക്കളാണെന്നുള്ളതിന്റെ മെഷറിംഗ് റോഡ് തെറ്റിദ്ധരിക്കരുത്. ലോകത്തിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ നിന്ദിക്കപ്പെടും. നിങ്ങൾക്കുള്ള വീട് ചിലപ്പോൾ നഷ്ടമാകും, ഉള്ള വാഹനം നഷ്ടമാകും, സ്വന്തം മക്കൾ പോലും നിങ്ങളെ ഉപേക്ഷിച്ചു എന്ന് വരാം. ക്രിസ്തുവിന് വേണ്ടി നിൽക്കണം. Rejoice because of your reward in heaven. ഇവിടെയല്ല റിവാർഡ്, ഇവിടെയല്ല. അനേക ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും അബദ്ധം പറ്റിയതല്ല. ദൈവം മാനിച്ചു ബ്രദറെ. ഇവിടെ മാന്യത വെറുതെ ഉള്ളൂ. നേരെ നിന്നാൽ, ഹൃദയശുദ്ധിയോടെ നിന്നാൽ, കൃപയിൽ നിന്നാൽ, your reward is in heaven. Your reward is in heaven. അവിടെ ചെല്ലുകയാണെങ്കിൽ, praise the Lord, രാജാവ് അതിന്റെ നിലയിൽ മാനിക്കും. ആമേൻ, ഹല്ലേലൂയ. Beatitudes ചേർന്നൊന്ന് പറഞ്ഞേ, ഒരുമിച്ച് ചേർന്ന്. 1, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. അടുത്തത്, കരുണ ചെയ്യുന്നവർ, കരുണ കാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം, ബാക്കി പറ,
ഉപദ്രവിക്കപ്പെടുന്നവർ സന്തോഷിക്കുമെന്ന്. എക്സാക്ട്ലി അങ്ങനെയാണ് അവർ ചെയ്തത്. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നീതി നിമിത്തം, ക്രിസ്തു നിമിത്തം എവിടെയെങ്കിലും ഉപദ്രവമോ പഴിയോ ജോലി നഷ്ടപ്പെട്ടതോ വസ്തു കിട്ടാതിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ മ്ലാനതകൾ മാറി പറയണം, ഐ റിജോയ്സ്. കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ അതെങ്കിലും സഹിക്കുവാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തല്ലോ എന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവഹിതപ്രകാരമുള്ള കഷ്ടതയുണ്ട്. കഷ്ടതയില്ല എന്ന് പറയുന്ന ഉപദേശമല്ല ക്രിസ്തു പറയുന്നത്. രാജ്യത്തിന്റെ രാജാവ് പറയുന്നു, ഇത് നിന്നയുടെ മാർഗമാണ്. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെടാനുള്ളവരോട് പറയാം, നിന്നയുണ്ട്, പരിഹാസമുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. രാജ്യം വേണം, യേശുവിനെ വേണമെങ്കിൽ ഈ നിന്ന സഹിച്ചേ നോക്കൂ. ഈ ഭൂമിയിൽ ലോകം നിങ്ങളെ വിടക്ക നേടും. പക്ഷെ അതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവിനെ ധാരാളമായി പകർന്ന് നമ്മെ നിലനിർത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഞാനിവിടെ ഇരിക്കുന്ന പലരെ നോക്കിക്കൊണ്ട് പറയട്ടെ, എത്രയെത്ര നിന്ദിച്ചു, എത്രയെത്ര പരിഹസിച്ചു, പക്ഷെ നിർത്തിയ ഒരു ദൈവകൃപയില്ലേ? നിർത്തിയ ഒരു ദൈവകൃപയില്ലേ? അയലൊക്കക്കാർ കാർക്കിച്ച് തുപ്പിയിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. കല്യാണത്തിന് വിളിക്കാതിരുന്നിട്ടില്ലേ? ശവടക്കം നടക്കുന്നത് അവർ പ്രൈസ് ദി ലോർഡ് അറിയിക്കാതിരുന്നിട്ടില്ലേ? എന്നാലും ആ മാനസിക വ്യഥയും അതിന്റെ കൂടെ ശാരീരിക പ്രശ്നവും അതിന്റെ കൂടെ മറ്റു പല കാര്യങ്ങളും അനുഭവിച്ചിട്ടും യേശു കർത്താവെന്ന് പറയുവാൻ ഇന്നും പ്രൈസ് ദി ലോർഡ് ദൈവം കൃപ തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. കൂടെ ഇറങ്ങിയ പലരും പ്രൈസ് ദി ലോർഡ് മടങ്ങി പലയിടത്തേക്ക് പോയപ്പോഴും നിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി ഇന്ന് രാത്രി പരസ്യമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവൻ നല്ലവനാ, അവൻ വിശ്വസ്തനാ, വാക്ക് മാറുകയില്ല. സ്തോത്രം. നമുക്ക് കണ്ണുകളെ അടച്ചൊരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ പിരിയണം. സ്തോത്രം. എളിയവരായി ഞങ്ങളെ ഉണ്ട് അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സഹകരണത്തിന്, നല്ല വാക്കുകൾക്ക്, പ്രാർത്ഥനയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചാട്ടെ. He is Lord. He is Lord. He has risen from the dead and He is Lord. Every knee shall bow, every tongue shall confess that Jesus Christ is Lord. Every knee shall bow, every tongue shall confess that Jesus Christ is Lord. Kartan nee മരണത്തെ ജയിച്ചെഴുന്നേറ്റവർ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ ഒട്ടും പാടും, ഓ എല്ലാ നാമം പാടിടും, യേശു മാത്രം കർത്താവ്. ഓ എല്ലാ ഒട്ടും പാടും, ഓ യേശു മാത്രം ചേർന്ന് പഠിക്കട്ടെ. സ്തുതിയും സ്തോത്രവും ഓ എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. ജീസസ് സ്തോത്രവും ഓ എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ.
Jesus, we exalt your holy name. Oh yes, Jesus, I give you praise. We magnify your name. ആത്മാവിലെ പാപ്പരത്വം തിരിച്ചറിഞ്ഞോ മോങ്ങിക്കരയുവാൻ, ദൈവത്തിന്റെ നീതിക്കായി മോങ്ങിക്കരയുവാൻ, സൗമ്യതയോടെ അടുത്തു വരുവാൻ, നീതിക്ക് വേണ്ടി ദൈവം വെച്ച വഴിക്ക് വേണ്ടി ഒരു വിശപ്പ്, കരുണ കാണിക്കുവാൻ, ദൈവം തന്നതിനൊത്തവണ്ണം കഷ്ടതയിലായിരിക്കുന്നവർക്ക് കരം നീട്ടുവാൻ. അല്ല, കരുണയുടെ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുക. ക്ഷമിക്കാതെ ഇരിക്കുന്ന അനുഭവം കരുണയില്ലാത്ത അനുഭവമാണ്. മത്തായി 18 ആ ഒരു പാരബിൾ യേശു പറയുന്നുണ്ട്. ഹൃദയത്തിന്റെ ശുദ്ധി ഇന്ന് രാത്രി നിങ്ങൾ കേട്ടു. ഇവിടെ ഇരുന്നപ്പോൾ തന്നെ എന്തെല്ലാം ചിന്തകൾ അല്ലേ, അശുദ്ധമാക്കുന്ന ചിന്തകൾ യേശു പഠിപ്പിച്ചു. മനുഷ്യന്റെ വായുടെ അകത്തോട്ട് പോകുന്നതല്ല അവനെ അശുദ്ധമാക്കുന്നത്, അവന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തകളാണ് അവനെ അശുദ്ധമാക്കുന്നത്. സമാധാനം ഉണ്ടാക്കുവാൻ അവസരങ്ങൾ പലത് കിട്ടി, പലതും പാഴാക്കി. പലയിടത്ത് സമാധാനം ഉണ്ടാക്കേണ്ടതിന് പകരം മറ്റു പലതും നാം ചെയ്തു. സ്തോത്രം. നീതിക്കായി ഇറങ്ങി തിരിച്ചാൽ ഉപദ്രവം ഉണ്ടാകും. എല്ലാം കണ്ണുമടച്ചാട്ടെ. ഇന്ന് രാത്രി ഈ വചനത്തിന് മുൻപാകെ സമർപ്പിച്ച് മനസ്സാന്തരപ്പെടുക, മനസ്സ് മാറുവാൻ. കർത്താവിന്റെ വരവെങ്കിൽ എനിക്കും കാണണം. രാജ്യത്തിന്റെ നിയമം ഇതാണെങ്കിൽ ഇതനുസരിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നവർ മാത്രം ആ കരമൊന്ന് ഉയർത്തിക്കാട്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ. വേറെ ഒരാളുടെ കരം കണ്ട് നിങ്ങൾ ഉയർത്തരുത്. നിങ്ങൾക്ക് സമർപ്പണമുണ്ടെങ്കിൽ നിങ്ങൾ ഉയർത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ കർത്താവേ, ഈ കരമുയർത്തിയ ദൈവവചനത്തെ ഭയപ്പെട്ട് ഇടുക്കുവാതിലൂടെ പ്രവേശിക്കുവാൻ, ഞെരുക്കമുള്ള വഴിയെ നടക്കുവാൻ ബുദ്ധിയുള്ള പണിക്കാരായി ഇന്ന് രാത്രിയിൽ സമർപ്പിക്കുന്ന ഈ അവിടുത്തെ ജനത്തിന്റെ മേൽ അവിടുത്തെ കരം വെക്കണമേ. കഴിഞ്ഞ നാളുകളിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പരാജയങ്ങളെ അവർ തിരിച്ചറിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ ധാരാളമായി പകർന്ന് അവരുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി ദൈവവചനത്തിന്റെ ഓരോ കൽപ്പനകളും അനുസരിച്ച് കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ. കർത്താവിനെ പ്രസാദിപ്പിക്കുമ്പോൾ മറ്റു പലരുടെയും പ്രസാദം പോകുമെങ്കിലും അതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കുവാനുള്ള ദൈവ കൃപ അവരുടെ മേൽ പകരണമേ. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രിയാണ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേദന അനുഭവിക്കുന്ന, ആരോടും പറയുവാൻ കഴിയാതെ വണ്ണം ഞെരുങ്ങിക്കഴിയുന്ന വ്യക്തിത്വങ്ങളെ ഇന്ന് രാത്രി കടാക്ഷിക്കണമേ. കർത്താവേ, ഇന്ന് രാത്രി അവരുടെ കരമ രോഗസ്ഥലത്തേക്ക് അവർ വയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തി, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ജീവന്റെ വ്യാപാരം ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ഇന്ന് രാത്രി കൃപയാൽ അവിടുന്ന് അയച്ച് അവരെ വിടുവിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ലോകത്തിന്റെ ആത്മാവേ, ആ ശരീരങ്ങളിൽ ഇനിയും നിങ്ങൾക്ക് നിൽപ്പാൻ കഴിയത്തില്ല. പോലെ ഡെവലപ്പായി വേദന അനുഭവിക്കുന്ന ആ വ്യക്തിത്വങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ അടിപ്പിടലുകളാൽ സൗഖ്യമാകട്ടെ. കർത്താവേ, അവിടുത്തെ നാമത്തെ മഹത്വീകരിച്ചിരിക്കാൻ സ്തോത്രം. മുഴു മഹത്വം അങ്ങേക്ക്. യേശുവിൻ നാമത്തിൽ